നമസ്കാരം. STV ന്യൂസിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. പാലക്കാട് ഉപതെരഞ്ഞെടുപ്പിൽ വ്യാജ വോട്ടർമാരെ തടയാൻ ബൂത്ത് തലത്തിൽ പ്രവർത്തകരുടെ ജാഗ്രത വേണമെന്ന മുൻ KPCC പ്രസിഡന്റ് കെ മുരളീധരൻ. ഉപതെരഞ്ഞെടുപ്പിൽ BJP CPM അന്തർധാര സജീവമാകാനുള്ള സാധ്യത തള്ളിക്കളയാനാകില്ലെന്നും കെ മുരളീധരൻ. നിയമസഭാ ഉപതെരഞ്ഞെടുപ്പ് മുന്നൊരുക്കത്തിന്റെ ഭാഗമായി പാലക്കാട്ട് ജില്ലാ കോൺഗ്രസ് കമ്മിറ്റിയുടെ എക്സിക്യൂട്ടീവ് ക്യാമ്പ്. അതീവ പ്രതിസന്ധി ഘട്ടത്തിലൂടെയാണ് KSEB കടന്നുപോകുന്നതെന്ന് വൈദ്യുതി മന്ത്രി കെ കൃഷ്ണൻകുട്ടി. കേന്ദ്ര സർക്കാരിന്റെ സ്വകാര്യവൽക്കരണ നയം വൈദ്യുതി വിതരണ സേവന മേഖലയെ ഇല്ലാതാക്കും. പാലക്കാട്ട് KSEB പെൻഷനേഴ്സ് കൂട്ടായ്മ സംസ്ഥാന സമ്മേളനം. KSEBയിൽ പെൻഷൻ പരിഷ്കരണം ഉടൻ നടപ്പാക്കണമെന്ന് KSEB പെൻഷനേഴ്സ് അസോസിയേഷൻ. നിക്ഷേപ തട്ടിപ്പ് കേസിൽ KPCC സെക്രട്ടറി CS ശ്രീനിവാസൻ അറസ്റ്റിൽ. തൃശൂരിലെ ഹീവാൻസ് ഫിനാൻസ് ധനകാര്യ സ്ഥാപനത്തിന്റെ മാനേജിംഗ് ഡയറക്ടറായ ശ്രീനിവാസനെ ക്രൈംബ്രാഞ്ച് പിടികൂടിയത് കാലടിയിൽ നിന്ന്. ഇതേ കേസിൽ തൃശൂരിലെ പ്രമുഖ വ്യവസായി സുന്ദർ മേനോൻ അറസ്റ്റിലായത് കഴിഞ്ഞ ദിവസം. പട്ടാമ്പി നഗരത്തിലെ പാർക്കിംഗ് പരിഷ്കാരത്തിൽ വിട്ടുവീഴ്ചയില്ല. ശക്തമായ നടപടിയുമായി മുന്നോട്ടു പോകാൻ നഗരസഭയിൽ ചേർന്ന ട്രാഫിക് റെഗുലേറ്ററി കമ്മിറ്റി യോഗത്തിൽ തീരുമാനം. പോലീസ് നടപടി തുടരും. നോ പാർക്കിംഗ് ബോർഡുകൾ 2 ദിവസത്തിനകം സ്ഥാപിക്കും. പള്ളം കൊറ്റമ്പത്തൂരിൽ അരക്കോടി രൂപയുടെ നിരോധിത പുകയില ഉൽപ്പന്നങ്ങൾ പിടികൂടിയ സംഭവത്തിൽ വിപുലമായ അന്വേഷണവുമായി ചെറുതുരുത്തി പോലീസ്. ഒഴിഞ്ഞ സ്ഥലത്ത് കോഴിഫാമിന്റെ മറവിൽ പുകയില സംഭരിച്ച വിൽപ്പന നടത്തുന്നതിന് പിന്നിൽ വൻ മാഫിയ സംഘമെന്ന സംശയം. കോഴിഫാം നടത്തിപ്പിനായി സ്ഥലം വാടകയ്ക്കെടുത്ത ചാത്തന്നൂർ സ്വദേശിയെ കണ്ടെത്താൻ തിരച്ചിൽ ഊർജിതമാക്കി. ഷൊർണൂർ നഗരസഭാ പരിധിയിൽ പൊതുസ്ഥലങ്ങളിൽ പരസ്യ ബോർഡുകൾ സ്ഥാപിക്കുന്നതിനെതിരെ കർശന നടപടി. സ്വകാര്യ വ്യക്തികളും സ്ഥാപനങ്ങളും സംഘടനകളും സ്ഥാപിച്ചിട്ടുള്ള ബോർഡുകൾ ഓഗസ്റ്റ് 20-നകം സ്വയം നീക്കണം. അല്ലാത്തപക്ഷം ഹൈക്കോടതി ഉത്തരവിന്റെയും സർക്കാർ നിർദ്ദേശത്തിന്റെയും അടിസ്ഥാനത്തിൽ കർശന നടപടിയെന്ന് നഗരസഭാ അധികൃതർ. ആനുകൂല്യ നിഷേധം സംബന്ധിച്ച കർഷകരുടെ പരാതിക്ക് പരിഹാരം കാണുമെന്ന് അധികൃതരുടെ ഉറപ്പ്. ഷൊർണൂർ നഗരസഭാ പ്രദേശത്തെ കർഷകർ 2ാം വിള നെൽകൃഷി ഇറക്കാൻ സന്നദ്ധരായി. പ്രശ്നത്തിന് പരിഹാരമായത് നഗരസഭാ ചെയർമാൻ വിളിച്ചു ചേർത്ത സംയുക്ത യോഗത്തിൽ. ആനുകൂല്യം നഷ്ടപ്പെടാനിടയാക്കിയ ഉദ്യോഗസ്ഥ അനാസ്ഥയ്ക്കെതിരെ നടപടി വേണമെന്ന പാടശേഖര സമിതി ഭാരവാഹികൾ. തൃശൂർ പൂരം നടത്തിപ്പുമായി ബന്ധപ്പെട്ട പ്രത്യേക യോഗം വിളിച്ച് കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി. യോഗം ബുധനാഴ്ച രാവിലെ തൃശൂർ കളക്ടറേറ്റിൽ. കളക്ടറും ജില്ലയിലെ മന്ത്രിമാരും തിരുവമ്പാടി പാറമേക്കാവ് ദേവസ്വം ഭാരവാഹികളും യോഗത്തിൽ പങ്കെടുക്കും. പെട്രോളിയം മന്ത്രി എന്ന നിലയിൽ പെസോ ഉദ്യോഗസ്ഥരുമായും സുരേഷ് ഗോപി സംസാരിക്കും. വാർത്തകൾ വിശദമായി. പാലക്കാട് ഉപതെരഞ്ഞെടുപ്പിന്റെ ഒരുക്കങ്ങളുമായി ജില്ലാ കോൺഗ്രസ് കമ്മിറ്റി. തിരഞ്ഞെടുപ്പ് മുന്നൊരുക്കത്തിന്റെ ഭാഗമായി നടത്തിയ DCC എക്സിക്യൂട്ടീവ് ക്യാമ്പ് മുൻ KPCC പ്രസിഡന്റ് കെ മുരളീധരൻ ഉദ്ഘാടനം ചെയ്തു. വ്യാജ വോട്ടർമാരെ തടയാൻ ബൂത്ത് തലത്തിൽ പ്രവർത്തനം ശക്തമാക്കണമെന്ന് കെ മുരളീധരൻ പറഞ്ഞു. പാലക്കാട് നിയമസഭാ ഉപതെരഞ്ഞെടുപ്പ് പ്രവർത്തനം ഊർജിതമാക്കുന്നതിന് മുന്നോടിയായാണ് ജില്ലാ കോൺഗ്രസ് നേതൃത്വം എക്സിക്യൂട്ടീവ് ക്യാമ്പ് സംഘടിപ്പിച്ചത്. കഴിഞ്ഞ നിയമസഭാ ലോക്സഭാ തെരഞ്ഞെടുപ്പുകളിൽ UDF പാലക്കാട് നിയോജക മണ്ഡലത്തിൽ വ്യക്തമായ മുന്നേറ്റം നടത്തിയിട്ടുണ്ടെങ്കിലും അട്ടിമറികൾ പ്രതീക്ഷിക്കണമെന്ന് ക്യാമ്പ് ഉദ്ഘാടനം ചെയ്ത മുൻ KPCC പ്രസിഡന്റ് കെ മുരളീധരൻ പറഞ്ഞു. വ്യാജ വോട്ടർമാരെ തടയാൻ ബൂത്ത് തലത്തിൽ പ്രവർത്തനം ശക്തമാക്കാൻ പ്രവർത്തകർ ഊർജിതമായി ശ്രമിക്കണം. മണ്ഡലത്തിൽ 3ാം സ്ഥാനത്തുള്ള CPM-ഉം വിജയം പ്രതീക്ഷിക്കുന്ന BJP-യും തമ്മിലുള്ള അന്തർധാര സജീവമാകാനുള്ള സാധ്യത തള്ളിക്കളയാനാകില്ല. ഫ്ളാറ്റുകൾ കേന്ദ്രീകരിച്ച് 30,000-ഓളം വോട്ടർമാരെ ചേർത്തത് തിരിച്ചറിയാതെ പോയതുമൂലമുണ്ടായ പരാജയവും കെ മുരളീധരൻ വിശദീകരിച്ചു. ലോക്സഭാ തെരഞ്ഞെടുപ്പിലുണ്ടായ കനത്ത പരാജയം CPM-നെ അസ്വസ്ഥമാക്കുന്നുണ്ട്. ഇതുകൊണ്ടുതന്നെ പാലക്കാട്ട് ഏതുതരം അട്ടിമറിയും പ്രതീക്ഷിച്ച് കൗണ്ടർ പ്രവർത്തനത്തിന് പ്രവർത്തകർ സജ്ജരാകണം. DCC പ്രസിഡന്റ് A. തങ്കപ്പൻ അധ്യക്ഷത വഹിച്ചു. AICC വക്താവ് PV മോഹനൻ, DCC വൈസ് പ്രസിഡന്റ് VT ബൽറാം, VK ശ്രീകണ്ഠൻ MP, KPCC ജനറൽ സെക്രട്ടറി C. ചന്ദ്രൻ, മുൻ DCC പ്രസിഡന്റുമാരായ VS വിജയരാഘവൻ, CV ബാലചന്ദ്രൻ, മുൻ MP രമ്യ ഹരിദാസ്, DCC വൈസ് പ്രസിഡന്റ് സുമേഷ് അച്യുതൻ, P. ബാലഗോപാൽ, KA തുളസി, PV രാജേഷ്, P. ഹരിഗോവിന്ദൻ തുടങ്ങിയവരും ജില്ലാ മണ്ഡലം നേതാക്കളും പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, പാലക്കാട്. നിക്ഷേപ തട്ടിപ്പ് കേസിൽ KPCC സെക്രട്ടറി CS ശ്രീനിവാസനെ ക്രൈംബ്രാഞ്ച് അറസ്റ്റ് ചെയ്തു. തൃശൂർ ആസ്ഥാനമായി പ്രവർത്തിച്ചിരുന്ന ഹീവാൻസ് ഫിനാൻസ് എന്ന സ്ഥാപനത്തിന്റെ മാനേജിംഗ് ഡയറക്ടറാണ് ശ്രീനിവാസൻ. ഇതേ കേസിൽ തൃശൂരിലെ പ്രമുഖ വ്യവസായി പത്മശ്രീ TA. സുന്ദർ മേനോനെ നേരത്തെ അറസ്റ്റ് ചെയ്തിരുന്നു. കാലടിയിൽ നിന്നാണ് തൃശൂർ സിറ്റി ക്രൈംബ്രാഞ്ച് സംഘം ശ്രീനിവാസനെ പിടികൂടിയത്. അമിത പലിശ വാഗ്ദാനം നൽകി കോടികൾ
ധനകാര്യ സ്ഥാപനത്തിലേക്ക് നിക്ഷേപമായി സ്വീകരിച്ച് തിരികെ കൊടുത്തില്ലെന്ന പരാതിയിലാണ് നടപടി. കേസിൽ അറസ്റ്റിലാകുന്ന മൂന്നാമത്തെയാളാണ് ശ്രീനിവാസൻ. ഡയറക്ടർ ബോർഡ് അംഗങ്ങളായ സുന്ദർ മേനോൻ, ബിജു മണികണ്ഠൻ എന്നിവരാണ് നേരത്തെ ഈ കേസിൽ അറസ്റ്റിലായവർ. ന്യൂസ് ബ്യൂറോ, തൃശൂർ. ഒരു വിട്ടുവീഴ്ചയും കൂടാതെ പട്ടാമ്പി ടൗണിലെ പാർക്കിംഗ് പരിഷ്കാരങ്ങളുമായി ബന്ധപ്പെട്ട് മുന്നോട്ടു പോകാൻ തീരുമാനം. പട്ടാമ്പി നഗരസഭയിൽ ചേർന്ന ട്രാഫിക് റെഗുലേറ്ററി കമ്മിറ്റി യോഗത്തിലാണ് തീരുമാനം. പോലീസിന്റെ നടപടികൾ തുടരുമെന്നും നോ പാർക്കിംഗ് ബോർഡുകൾ 2 ദിവസത്തിന് അകം സ്ഥാപിക്കുമെന്നും യോഗത്തിന് ശേഷം നഗരസഭ അധികൃതർ അറിയിച്ചു. പട്ടാമ്പിയിലെ പാർക്കിംഗുമായി ബന്ധപ്പെട്ട് വ്യാപാരികൾ പ്രതിഷേധം ഘടിപ്പിച്ചെങ്കിലും നിലവിലെ തീരുമാനങ്ങളിൽ ഒരു വിട്ടുവീഴ്ചയും തയ്യാറാകാതെ അധികാരികൾ. ചൊവ്വാഴ്ച നഗരസഭയിൽ ചേർന്ന ട്രാഫിക് റെഗുലേറ്ററി കമ്മിറ്റി യോഗത്തിലാണ് തീരുമാനമെടുത്തത്. പാർക്കിംഗുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ വിട്ടുവീഴ്ച കൂടാതെ മുന്നോട്ടു പോകാനും പോലീസിന്റെ നടപടികൾ തുടരാനും യോഗത്തിൽ തീരുമാനമായി. വാഹനങ്ങൾ നിർത്തിയിടുന്ന സ്ഥലങ്ങളും നിർത്താത്ത സ്ഥലങ്ങളിലും ബോർഡുകൾ 2 ദിവസത്തിനകം സ്ഥാപിക്കുമെന്നും യോഗ തീരുമാനത്തിന് ശേഷം നഗരസഭാ ചെയർപേഴ്സൺ ഒ ലക്ഷ്മിക്കുട്ടി, വൈസ് ചെയർമാൻ ടി.പി. ഷാജി എന്നിവർ പറഞ്ഞു. അതോടൊപ്പം പാർക്കിംഗ് പുതുതായി അനുവദിച്ചിട്ടുള്ള ഭാഗങ്ങളൊന്നും പട്ടാമ്പി സർവീസ് കോഓപ്പറേറ്റീവ് ബാങ്ക് ബിൽഡിങ്ങിന് എതിർവശം പള്ളിപ്പുറം റോഡ്, പിന്നെ ഓവർബ്രിഡ്ജിന് സമീപം റോസ് കളക്ഷൻ കമാനത്തിൻ്റെ പരിസരത്ത് പുതുതായിട്ട് അനുവദിച്ചിട്ടുണ്ട്. KH ഹോം അപ്ലയൻസസ് മുതൽ ആ ട്രാൻസ്ഫോമർ വരെയുള്ള ഭാഗത്ത് പിന്നെ ഗതാഗതം പാർക്കിംഗ് അനുവദിക്കുന്നുണ്ട്. പട്ടാമ്പി UP സ്കൂളിൻ്റെ മുൻവശത്ത് കുറച്ച് ബൈക്കുകളൊക്കെ പാർക്ക് ചെയ്യാൻ സാധിക്കും. പട്ടാമ്പി കുടുംബിനി രാജപ്രസവ ആ ഭാഗത്ത് പിന്നെ 1-2 വാഹനങ്ങൾക്ക് പാർക്ക് ചെയ്യാനും, അതോടൊപ്പം തന്നെ റെയിൽവേ സ്റ്റേഷനിൽ പരമാവധി വാഹനങ്ങൾക്ക് പാർക്ക് ചെയ്യാനുള്ളൊരു സൗകര്യം അവിടെ നിലവിലുണ്ട്. ഇനിയും കൂടുതൽ സൗകര്യം ഏർപ്പെടുത്തുന്നതിന് വേണ്ടി നഗരസഭ പരിശ്രമിക്കും. ന്യൂസ് ബ്യൂറോ, പട്ടാമ്പി. അതീവ പ്രതിസന്ധി ഘട്ടത്തിലൂടെയാണ് KSEB കടന്നുപോകുന്നതെന്ന് വൈദ്യുതി മന്ത്രി കെ കൃഷ്ണൻകുട്ടി. പാലക്കാട്ട് KSEB പെൻഷനേഴ്സ് കൂട്ടായ്മ സംസ്ഥാന സമ്മേളനം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു മന്ത്രി. കേന്ദ്ര സർക്കാരിന്റെ സ്വകാര്യവൽക്കരണ നയം വൈദ്യുതി വിതരണ സേവന മേഖലയെ ഇല്ലാതാക്കുമെന്നും കെ കൃഷ്ണൻകുട്ടി പറഞ്ഞു. കേന്ദ്ര നയങ്ങൾ കേരളത്തിന് തിരിച്ചടിയാണെങ്കിലും ഈ നയങ്ങൾ അംഗീകരിക്കേണ്ടി വരുമെന്നും മന്ത്രി കെ കൃഷ്ണൻകുട്ടി പറഞ്ഞു. വൈദ്യുതി മേഖലയിലെ ചെലവ് വർദ്ധിക്കുന്നതിന് ആനുപാതികമായി വരവ് ഉണ്ടാകുന്നില്ല. കേന്ദ്ര സർക്കാരിന്റെ വൈദ്യുതി മേഖലയിലെ സ്വകാര്യവൽക്കരണം വൈദ്യുതി വിതരണ സേവന മേഖലയെ ഇല്ലാതാക്കും. വർദ്ധിച്ചുവരുന്ന വൈദ്യുതി ഉപയോഗ ആവശ്യം നിറവേറ്റാൻ ബദൽ മാർഗങ്ങൾ കണ്ടെത്തിയില്ലെങ്കിൽ കേരളം അതീവ പ്രതിസന്ധിയിലാകുമെന്നും മന്ത്രി പറഞ്ഞു. KSEB പൊതുമേഖലയിൽ തന്നെ നിലനിർത്തേണ്ടത് സമൂഹത്തിൻ്റെയും ജീവനക്കാരുടെയും ആവശ്യമാണ്. രാജ്യത്തെ വൈദ്യുതി മേഖല സ്വകാര്യവൽക്കരിക്കുവാനുള്ള ലക്ഷ്യത്തോട് 2003 ഇലക്ട്രിസിറ്റി ആക്ട് തുടർന്നുള്ള എല്ലാ പരിഷ്കാരങ്ങളും നാളുകളുടെ പ്രതിരോധിക്കുകയും കേരളത്തിന്റെ താനാത് മുതൽ നയത്തിലൂടെ നമ്മുടെ സ്ഥാപനത്തെ വിഭജിക്കാതെ ഒറ്റ കമ്പനിയായി പൊതുമേഖലയിൽ തന്നെ ഇന്നും നിലനിർത്തുന്നു. ഇപ്പോൾ പാർലമെന്ററി സ്റ്റാൻഡിംഗ് കമ്മിറ്റിയിലാണ് ഈ മിക്കവാറും ഈ അടുത്ത സമ്മേളനത്തിൽ ഇതിന്റെ ചർച്ചയ്ക്ക് വരുമ്പോൾ ആ ബില്ല് വന്നാലുണ്ടാകുന്ന അപകടം വളരെ വലുതാണ്. ഈ സ്ഥാപനത്തിന്റെ നിലനിൽപ്പതിന്റെ അപകടത്തിലാകുന്നതാണ് എനിക്ക് തോന്നുന്നത്. പ്രസിഡന്റ് മുഹമ്മദ് റാവുത്തർ അധ്യക്ഷത വഹിച്ചു. കലാ സാംസ്കാരിക വേദിയായ സർഗവേദിയുടെ ഉദ്ഘാടനം KSEB CMD ബിജു പ്രഭാകർ IAS നിർവഹിച്ചു. VK ശ്രീകണ്ഠൻ MP, A പ്രഭാകരൻ MLA, നഗരസഭാ ചെയർപേഴ്സൺ പ്രമീള ശശിധരൻ, ഉത്തരമേഖലാ സെക്രട്ടറി ജോസഫ് കളരിമുറിക്കൽ, സ്വാഗത സംഘം ചെയർമാൻ EP ശ്രീദേവി, VT ജോബ്, VP രാധാകൃഷ്ണൻ, ഗീത R നായർ, MF അനിലൻ, സ്വാമിനാഥൻ എന്നിവർ പ്രസംഗിച്ചു. ന്യൂസ് ബ്യൂറോ, പാലക്കാട്. ചെറുതുരുത്തി പള്ളം കൊറ്റമ്പത്തൂരിൽ 1/2 കോടി രൂപയുടെ നിരോധിത പുകയില ഉൽപ്പന്നങ്ങൾ പിടികൂടിയ സംഭവത്തിൽ ശക്തമായ തുടരന്വേഷണവുമായി പോലീസ്. അന്യസംസ്ഥാനങ്ങളിൽ നിന്ന് വൻതോതിൽ പുകയില ഉൽപ്പന്നങ്ങൾ എത്തിച്ച് രഹസ്യ കേന്ദ്രത്തിൽ ശേഖരിച്ച് വിൽപ്പന നടത്തുന്നത് വൻ മാഫിയ സംഘമാണെന്ന് പോലീസ് സംശയിക്കുന്നുണ്ട്. തിങ്കളാഴ്ചയാണ് നിഗൂഢമായ രീതിയിൽ പ്രവർത്തിക്കുന്ന റബ്ബർ എസ്റ്റേറ്റുകൾക്കിടയിലെ കോഴിഫാമിൽ നിന്ന് 50 ലക്ഷം രൂപയുടെ നിരോധിത പുകയില ഉൽപ്പന്നങ്ങൾ ചെറുതുരുത്തി പോലീസ് പിടികൂടിയത്. വാഹന പരിശോധനയ്ക്കിടെ നിരോധിത പുകയില ഉൽപ്പന്നങ്ങളുമായി ഓട്ടോ ഡ്രൈവർമാരെന്ന് പറയപ്പെടുന്ന 2 പേർ പിടിയിലായതിനെ തുടർന്ന് ഇവരെ ചോദ്യം ചെയ്തപ്പോൾ ലഭിച്ച വിവരത്തിന്റെ അടിസ്ഥാനത്തിലായിരുന്നു നടപടി. പിടിയിലായ മലപ്പുറം താനൂർ കുഴിയപ്പറമ്പ് വീട്ടിൽ 36 വയസ്സുള്ള ഷെരീഫ്, തിരുമിറ്റക്കോട് നെല്ലിക്കാട്ടിരി പുലവട്ടത്ത് വീട്ടിൽ 24 വയസ്സുള്ള ഉനൈസ് എന്നിവരെ അറസ്റ്റ് രേഖപ്പെടുത്തിയ ശേഷം പോലീസ് ചൊവ്വാഴ്ച കോടതിയിൽ ഹാജരാക്കി. കോഴിഫാം നടത്താൻ സ്ഥലം വാടകയ്ക്കെടുത്തത് ചാത്തന്നൂർ വലിയകത്ത് വീട്ടിൽ അമീൻ എന്ന വ്യക്തിയാണെന്ന് പോലീസ് കണ്ടെത്തിയിട്ടുണ്ട്. ഇയാൾക്കായി തിരച്ചിൽ ഊർജിതമാക്കി.
1 വർഷം മുമ്പാണ് ഉമ്മർ എന്ന വ്യക്തിയുടെ സ്ഥലം കോഴിഫാമിനെന്ന് ബോധ്യപ്പെടുത്തി അമീൻ വാടകയ്ക്കെടുത്തത്. 3 മാസം മുമ്പ് വരെ ഇവിടെ കോഴികളെ വളർത്തിയിരുന്നു. കച്ചവടം നഷ്ടമാണെന്നും അടുത്തുതന്നെ സ്ഥലം ഒഴിഞ്ഞു തരാമെന്നും അമീൻ അറിയിച്ചിരുന്നതായി സ്ഥലമുടമ പറയുന്നു. ഇവിടെ പുകയില ശേഖരിക്കുന്ന കാര്യം അറിഞ്ഞിരുന്നില്ലെന്നും ഉടമ പോലീസിന് മൊഴി നൽകിയിട്ടുണ്ട്. മാഫിയ പ്രവർത്തനത്തിന് അനുയോജ്യമായ എസ്റ്റേറ്റുകൾക്കിടയിലെ നിഗൂഢമായ സ്ഥലം കോഴിഫാമിനെന്ന വ്യാജേന തെരഞ്ഞെടുത്തത് മാഫിയ പ്രവർത്തനം ലക്ഷ്യമിട്ടാണെന്ന് പോലീസ് സംശയിക്കുന്നു. 150ഓളം ചാക്കുകളിലായാണ് ഇവിടെ നിരോധിത പുകയില ഉൽപ്പന്നങ്ങൾ സൂക്ഷിച്ചിരുന്നത്. മൈസൂരിൽ നിന്ന് ഉള്ളി കൊണ്ടുവരുന്ന ലോറിയിലാണ് പുകയില ഉൽപ്പന്നങ്ങൾ എത്തിച്ചിരുന്നതെന്ന സംശയത്തിന്റെ അടിസ്ഥാനത്തിൽ ഒരു ലോറി പോലീസ് കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട്. പുകയില ഉൽപ്പന്നങ്ങൾ പിടിച്ചെടുത്ത ഗോഡൌണിൽ നിന്ന് പാക്കിംഗ് മെഷീനുകളും കവറുകളും കണ്ടെടുത്തു. 2 ലോറികളിലായാണ് പിടികൂടിയ പുകയില ഉൽപ്പന്നങ്ങൾ ചെറുതുരുത്തി പോലീസ് സ്റ്റേഷനിലേക്ക് മാറ്റിയത്. ഇത് 2ാം തവണയാണ് ലക്ഷക്കണക്കിന് രൂപയുടെ പുകയില ഉൽപ്പന്നങ്ങൾ ചെറുതുരുത്തി പോലീസ് പിടികൂടുന്നത്. കഴിഞ്ഞ മെയ് 14-ന് 80 ലക്ഷം രൂപയുടെ നിരോധിത പുകയില ഉൽപ്പന്നങ്ങൾ പിടികൂടുകയും 2 പ്രതികളെ അറസ്റ്റ് ചെയ്യുകയും ചെയ്തെങ്കിലും പ്രതികൾ പിന്നീട് ജാമ്യത്തിലിറങ്ങി. അന്ന് പിടികൂടിയ പുകയില ഉൽപ്പന്നങ്ങൾ ഇപ്പോഴും പോലീസ് സ്റ്റേഷനിൽ കെട്ടിക്കിടക്കുകയാണ്. ലഹരി കേസുകളിൽ പരമാവധി ശിക്ഷ ഉറപ്പുവരുത്താത്തതാണ് ഇത്തരം സംഭവങ്ങൾ ആവർത്തിക്കാൻ കാരണമെന്ന് പൊതുവെ അഭിപ്രായമുണ്ട്. ന്യൂസ് ബ്യൂറോ, ചെറുതുരുത്തി. ഷൊർണൂർ നഗരസഭാ പരിധിയിൽ പൊതുസ്ഥലങ്ങളിൽ സ്ഥാപിച്ച പരസ്യ ബോർഡുകൾ ബന്ധപ്പെട്ടവർ ഓഗസ്റ്റ് 20-നകം നീക്കണം. ഇതുമായി ബന്ധപ്പെട്ട കോടതി നിർദ്ദേശം നിലനിൽക്കുന്ന സാഹചര്യത്തിൽ ബോർഡുകൾ നീക്കാൻ തയ്യാറാകാത്തവർക്കെതിരെ കർശന നടപടിയുണ്ടാകുമെന്ന് നഗരസഭാ ചെയർമാൻ MK ജയപ്രകാശ് വ്യക്തമാക്കി. ഹൈക്കോടതി ഉത്തരവിന്റെയും സർക്കാർ നിർദ്ദേശത്തിന്റെയും പശ്ചാത്തലത്തിൽ വിളിച്ചു ചേർത്ത യോഗത്തിനു ശേഷമാണ് നഗരസഭാ ചെയർമാൻ MK ജയപ്രകാശ് ഇക്കാര്യം വ്യക്തമാക്കിയത്. നഗരസഭാ പരിധിയിൽ പലയിടത്തും നിയമവിരുദ്ധമായി ബോർഡുകൾ സ്ഥാപിച്ചത് ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട്. ബന്ധപ്പെട്ടവർ ഓഗസ്റ്റ് 20-നകം ബോർഡുകൾ സ്വയം നീക്കാൻ തയ്യാറാകണം. 21 മുതൽ നഗരസഭയുടെ നേതൃത്വത്തിൽ പിഴ ചുമത്തുന്നതുൾപ്പെടെയുള്ള നടപടികൾ ആരംഭിക്കുമെന്ന് ചെയർമാൻ പറഞ്ഞു. ബഹുമാനപ്പെട്ട ഹൈക്കോടതിയുടെ ഉത്തരവനുസരിച്ച് പൊതുനിരത്തുകളിൽ ബോർഡുകൾ, അതുപോലെ കുടിതോരണങ്ങൾ, അത്തരം കാര്യങ്ങളൊന്നും ചെയ്യാൻ പാടില്ല എന്നുള്ളൊരു ഉത്തരവായിട്ട് വന്ന് 2 കൊല്ലത്തിൻ്റെ മേലെ ആയിട്ടുണ്ട്. അതനുസരിച്ച് നോക്കുമ്പോൾ നമ്മുടെ ഷൊർണൂർ നഗരസഭയിൽ പല സ്ഥലങ്ങളിലും ഈ ഉത്തരവിന് വിരുദ്ധമായിട്ട് ബോർഡുകളും ഹോൾഡിങ്ങുകളും കൊടികളുമെല്ലാം പലയിടത്തായിട്ട് വന്നു തുടങ്ങിയിട്ടുണ്ട്. ഇന്ന് എല്ലാ രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികളും, സന്നദ്ധ സംഘടനകൾ, അതുപോലെ പോലീസ്, PWD, നഗരസഭയിലെ റവന്യൂ, ഹെൽത്ത് വിഭാഗമെല്ലാം യോഗം ചേർന്ന് പൊതുവായിട്ടൊരു ധാരണയിലെത്തിയത് ഓഗസ്റ്റ് മാസം 20-നകം എല്ലാവരും സ്വമേധയാ മാറ്റും. അതിനെ സ്വമേധയാ മാറ്റാനായിട്ടുള്ള സമയമാണ് നമ്മളിപ്പോൾ കൊടുക്കാൻ തീരുമാനിച്ചത്. 21-ാം തീയതി നഗരസഭയിലെ ഉദ്യോഗസ്ഥന്മാരുടെ നേതൃത്വത്തിൽ പോലീസ് ഉൾപ്പെടെ PWD ഡിപ്പാർട്ട്മെൻറ്റിൽ ഉൾപ്പെടെയുള്ളവർ ചേർന്ന്, എല്ലാവരും സംയുക്തമായി ചേർന്ന് ബോർഡുകളും തോരണങ്ങളുമെല്ലാം അനധികൃതമായി, പ്രത്യേകിച്ച് സർക്കാർ ഓഫീസിന് മുമ്പിൽ നിന്നും ചെയ്യാൻ പാടില്ല, അതുൾപ്പെടെ മാറ്റുന്നൊരു സ്ഥിതിയാണ് ഉണ്ടാവുക. ആർക്ക് വേണ്ടിയാണോ ഫ്ലക്സ് അടിക്കുന്നത് ആ ഉടമസ്ഥൻ്റെ പേരും ഫോൺ നമ്പറും കൂടി അടിക്കാനായിട്ട് തീരുമാനിച്ചിട്ടുണ്ട്. അപ്പോൾ അതിൽ അകത്ത് വരുന്ന ആരാണോ അതിൻ്റെ ഉത്തരവാദി അവർക്ക് അതിനകത്ത് ഫൈന് ഉൾപ്പെടെയുള്ള നടപടികളാണ് വരിക. അപ്പോൾ അത്തരമൊരു അവസ്ഥ ഉണ്ടാവാതിരിക്കാൻ എല്ലാവരും നഗരസഭയുമായി ബന്ധപ്പെട്ട് സഹകരിക്കണമെന്നൊരു അഭ്യർത്ഥന കൂടി ഇതിൻ്റെ ഭാഗമായിട്ട് പറയുന്നു. ഫ്ലക്സ് പ്രിന്റിംഗ് യൂണിറ്റുകൾ ഫ്ലക്സ് തയ്യാറാക്കുമ്പോൾ ഫ്ലക്സ് അടിക്കുന്നവരുടെ പേരും ഫോൺ നമ്പറും അതിൽ രേഖപ്പെടുത്തണം. പൊതുസ്ഥലങ്ങളിൽ ഗതാഗതത്തിന് തടസ്സമുണ്ടാക്കുന്ന രീതിയിലോ കാൽനടയാത്രയ്ക്ക് തടസ്സമാകുന്ന തരത്തിലോ സ്ഥാപിച്ചിട്ടുള്ള ഒരുവിധ ഫ്ലക്സ് ബോർഡുകളും നഗരസഭാ പരിധിയിൽ അനുവദിക്കില്ലെന്നും ചെയർമാൻ പറഞ്ഞു. പല ഭാഗങ്ങളിലും സ്ഥാപിച്ച ഫ്ലക്സ് ബോർഡുകൾ മഴക്കാലത്ത് വലിയ രീതിയിലുള്ള പ്രതിസന്ധി സൃഷ്ടിക്കുന്നുണ്ട്. ഇത്തരം ബോർഡുകൾ അടിയന്തരമായി നീക്കം ചെയ്യണം. സർക്കാർ സ്ഥാപനങ്ങളിലെ സ്വത്തുവകകളിൽ കൊടികൾ, തോരണങ്ങൾ എന്നിവ ഒരു കാരണവശാലും കെട്ടാൻ പാടുള്ളതല്ല. സ്ഥാപിക്കുന്ന ബോർഡുകളിൽ ഉത്തരവാദിത്തപ്പെട്ടവരുടെ ഫോൺ നമ്പറും പേരും രേഖപ്പെടുത്തേണ്ട ഉത്തരവാദിത്തം പരസ്യ ഏജൻസികൾക്കാണ്. നിയമലംഘകർക്കെതിരെ ഹൈക്കോടതി ഉത്തരവനുസരിച്ച് കോടതിയലക്ഷ്യ നടപടിപ്രകാരം കേസെടുക്കുന്നതിന് പോലീസ് സ്റ്റേഷനിൽ ഇക്കാര്യം റിപ്പോർട്ട് ചെയ്യാൻ ഇതുമായി ബന്ധപ്പെട്ട് ചേർന്ന യോഗത്തിൽ തീരുമാനമായെന്നും ചെയർമാൻ പറഞ്ഞു. ന്യൂസ് സെന്റർ, ഷൊർണൂർ. തൃശൂർ പൂരം നടത്തിപ്പുമായി ബന്ധപ്പെട്ട് കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി പ്രത്യേക യോഗം വിളിച്ചു.
തൃശൂർ കളക്ടറേറ്റിൽ ബുധനാഴ്ച രാവിലെ 10 മണിക്കാണ് യോഗം. കളക്ടറും ജില്ലയിലെ മന്ത്രിമാരും യോഗത്തിൽ പങ്കെടുക്കും. കഴിഞ്ഞ തവണത്തെ പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണാനും ജനങ്ങളോട് കൂടുതൽ സഹകരിച്ച പൂരം നടത്താനുമുള്ള തീരുമാനം യോഗത്തിൽ ഉണ്ടായേക്കും. പെട്രോളിയം മന്ത്രി എന്ന നിലയിൽ പെസോ ഉദ്യോഗസ്ഥരുമായും സുരേഷ് ഗോപി സംസാരിക്കും. വെടിക്കെട്ടായിരിക്കും പ്രധാന ചർച്ചാ വിഷയം. തിരുവമ്പാടി പാറമേക്കാവ് ദേവസ്വം ഭാരവാഹികളും യോഗത്തിൽ പങ്കെടുക്കും. ചേലക്കരയിൽ കഴുത്തിൽ ഷാൾ കുരുങ്ങി 10 വയസ്സുകാരി മരിച്ചു. ചേലക്കര വട്ടുള്ളി തുടുമേൽ റജി ബ്രസിലി ദമ്പതികളുടെ ഏകമകൾ എൽവിനയാണ് മരിച്ചത്. തിരുവല്ലോമല ക്രൈസ്റ്റ് ന്യൂ ലൈഫ് ഇംഗ്ലീഷ് മീഡിയം സ്കൂളിലെ 5ാം ക്ലാസ് വിദ്യാർത്ഥിനിയാണ് എൽവിന. തിങ്കളാഴ്ച രാത്രി 9:30യോടെയാണ് സംഭവം. മുറിയിൽ ജനാലക്കരികിൽ കളിച്ചുകൊണ്ടിരിക്കുകയായിരുന്ന കുട്ടിയുടെ കഴുത്തിൽ അബദ്ധത്തിൽ ഷാൾ കുരുങ്ങുകയായിരുന്നു. പുറത്തുപോയി തിരിച്ചെത്തിയ അച്ഛൻ റജിയാണ് മകളെ ഷാൾ കുരുങ്ങിയ നിലയിൽ കണ്ടത്. ഉടൻ ചേലക്കരയിലെ സ്വകാര്യ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല. തിരുവല്ലോമല ക്രൈസ്റ്റ് ന്യൂ ലൈഫ് ഇംഗ്ലീഷ് മീഡിയം സ്കൂളിലെ 5ാം ക്ലാസ് വിദ്യാർത്ഥിനിയാണ് 10 വയസ്സുള്ള എൽവിന. ന്യൂസ് ബ്യൂറോ, ചെറുതുരുത്തി. മുള്ളൂർക്കര റെയിൽവേ സ്റ്റേഷനു സമീപം റെയിൽവേ പാളത്തിനരികിൽ യുവാവിനെ മരിച്ച നിലയിൽ കണ്ടെത്തി. 25 വയസ്സ് പ്രായം തോന്നിക്കുന്ന യുവാവിനെ തിരിച്ചറിഞ്ഞിട്ടില്ല. ഇതര സംസ്ഥാന തൊഴിലാളിയാണെന്ന് സംശയമുണ്ട്. ഉച്ചയ്ക്ക് 12 മണിക്ക് ട്രെയിൻ കടന്നുപോയ ശേഷമാണ് ട്രാക്കിൽ മൃതദേഹം കണ്ടത്. ജീൻസ് പാന്റും വെള്ളപ്പൂക്കളുള്ള ഷർട്ടുമാണ് വേഷം. മുഖത്ത് സാരമായി പരിക്കേറ്റിട്ടുണ്ട്. വടക്കാഞ്ചേരി പോലീസ് മേൽനടപടികൾ സ്വീകരിച്ചു. മൃതദേഹം മുളങ്കുന്നത്തുകാവ് മെഡിക്കൽ കോളേജ് മോർച്ചറിയിലേക്ക് മാറ്റി. തൃശൂർ പുത്തൂരിൽ വീടിനുള്ളിൽ ഹീറ്റർ പൊട്ടിത്തെറിച്ച് തീപിടുത്തം. കിടക്കയും ഗൃഹോപകരണങ്ങളും കത്തിനശിച്ചു. പുത്തൂർ സ്വദേശി ഭാസ്കരന്റെ വീട്ടിലാണ് തീപിടുത്തമുണ്ടായത്. തൃശൂരിൽ നിന്ന് 2 യൂണിറ്റ് അഗ്നിരക്ഷാസേന എത്തിയാണ് തീയണച്ചത്. അപകടത്തിൽ ആർക്കും പരിക്കില്ല. ഷൊർണൂർ നഗരസഭാ പരിധിയിൽ കർഷകർ 2ാം വിളയിറക്കും. ആനുകൂല്യ നിഷേധം സംബന്ധിച്ച കർഷകരുടെ പരാതിക്ക് പരിഹാരം കാണാൻ നടപടി സ്വീകരിക്കുമെന്ന് നഗരസഭാ ചെയർമാൻ MK ജയപ്രകാശിന്റെ അധ്യക്ഷതയിൽ ചേർന്ന കർഷകരുടെയും കൃഷിവകുപ്പ് ഉദ്യോഗസ്ഥരുടെയും സംയുക്ത യോഗത്തിലെടുത്ത തീരുമാനത്തിന്റെ അടിസ്ഥാനത്തിലാണ് 2ാം വിള ഉപേക്ഷിക്കാനുള്ള തീരുമാനത്തിൽ നിന്ന് കർഷകർ പിന്മാറിയത്. പാടശേഖര സമിതി ഭാരവാഹികളും ഷൊർണൂർ നഗരസഭാ പാടശേഖര ഏകോപന സമിതി ഭാരവാഹികളും കൃഷി ഓഫീസർമാരും നഗരസഭാ പദ്ധതി നിർവഹണ ഉദ്യോഗസ്ഥരുമാണ് ചെയർമാൻ MK ജയപ്രകാശിന്റെ അധ്യക്ഷതയിൽ ചേർന്ന സംയുക്ത യോഗത്തിൽ പങ്കെടുത്തത്. കർഷകർക്ക് 2023-2024 വർഷത്തിൽ നഷ്ടമായ ഉഴവുകൂലി ഓഗസ്റ്റ് 14 ജില്ലാ വികസന സമിതിയുടെ അംഗീകാരത്തിനായി സമർപ്പിച്ച് അനുമതി കിട്ടുന്ന മുറയ്ക്ക് നൽകാൻ യോഗത്തിൽ തീരുമാനമായി. കൃഷിവകുപ്പിന്റെ സുസ്ഥിര നെൽകൃഷി വികസനത്തിനുള്ള ഫണ്ട് 1200 രൂപയായി വെട്ടിക്കുറച്ചത് മുൻ വർഷങ്ങളിലേതുപോലെ 5500 രൂപയായി പുനഃസ്ഥാപിക്കാൻ സർക്കാരിനോട് ആവശ്യപ്പെടാനും കൃഷിവകുപ്പിന്റെ ഉൽപ്പാദന ബോണസ് ഹെക്ടറിന് 1000 രൂപ വളരെ വേഗം അനുവദിക്കാൻ നടപടി സ്വീകരിക്കുന്നതിനും യോഗം തീരുമാനിച്ചു. ആനുകൂല്യങ്ങൾ യഥാസമയം ലഭ്യമാക്കാതെ നഷ്ടമാക്കുന്നതിന് ഇടയാക്കിയ ഉദ്യോഗസ്ഥരുടെ അനാസ്ഥയ്ക്കെതിരെ വകുപ്പുതല നടപടി സ്വീകരിക്കാൻ വകുപ്പ് മേലധികാരികൾക്ക് റിപ്പോർട്ട് ചെയ്യും. കർഷകരുടെ ആവശ്യപ്രകാരമാണിത്. 2ാം വിള നെൽകൃഷി ചെയ്യാനും കർഷകർക്ക് മുണ്ടകൻ കൃഷിക്കാവശ്യമായ വിത്ത് കേരള കാർഷിക സർവകലാശാലയിൽ നിന്ന് ഉമാവിത്ത് എത്തിച്ച് വിതരണം ചെയ്യുന്നതിനും 2ാം വിള നെൽകൃഷിക്കുള്ള പ്രവൃത്തികൾ ആരംഭിക്കാനും തീരുമാനമായി. വയനാട് ദുരന്തത്തിന്റെ സാഹചര്യത്തിൽ കർഷക ദിനം ചടങ്ങായി മാത്രം സംഘടിപ്പിക്കാനും യോഗം തീരുമാനിച്ചു. നഗരസഭാ ചെയർമാൻ MK ജയപ്രകാശ്, പൊതുമരാമത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി അധ്യക്ഷ P ജിഷ, വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ K ലക്ഷ്മണൻ, പാടശേഖര ഏകോപന സമിതി പ്രസിഡന്റ് വിജയപ്രകാശ് ശങ്കർ, സെക്രട്ടറി K അശോകൻ, വൈസ് പ്രസിഡന്റ് EK ശശിധരൻ നായർ, കാരക്കാട് പാടശേഖര സമിതി സെക്രട്ടറി C ബിജു, കവളപ്പാറ പാടശേഖര സമിതി സെക്രട്ടറി വിനോദ് ചെമ്പോട്ടിയിൽ, പ്രസിഡന്റ് P ഹരിനാരായണൻ, ചുടുവാലത്തൂർ പാടശേഖര സമിതി സെക്രട്ടറി K ജയപ്രകാശ്, ഷൊർണൂർ കൃഷിഭവൻ ഫീൽഡ് ഓഫീസർ P സിന്ധു, കൃഷി അസിസ്റ്റന്റ് T കുമാരൻ എന്നിവർ സംസാരിച്ചു. അതുപോലെ തന്നെ അവിടെ 1.5 ലക്ഷം രൂപയുടെ വർക്ക് നടത്തി, ഒരു ഗ്രില്ലിട്ട വർക്ക്, അതിന് കൃത്യമായി ബില്ല് കൊടുത്തു. ആ ബില്ല് ആ കോൺട്രാക്ട് വാങ്ങിപ്പോയിട്ട് അപ്പൊ അതിന്റെ താല്പര്യം എന്താ അറിയാലോ. അതേപോലെ തന്നെ ആ പണി സമയത്ത് ഞങ്ങളുടെ പാടശേഖര സമിതി മീറ്റിംഗ് കൂടുന്ന സമയത്ത് ജനുവരി മാസത്തിൽ യോഗത്തിന് വന്നു. അവിടെ പണി നടക്കുമ്പോൾ അവിടെ കരിങ്കല്ല് റോഡിൽ നിന്ന് കൊണ്ടുവരുമ്പോൾ തടുത്തു. ഞങ്ങൾ ചെയർമാനെ വിളിച്ചു, സെക്രട്ടറി വിളിച്ചു, എഞ്ചിനീയറെ വിളിച്ചു. ആ പഴയ കല്ല് കൊടുത്തു എന്താ വെച്ചാൽ റോഡ് അടയ്ക്കാൻ വെച്ചാൽ അല്ല പറഞ്ഞു. നഗരസഭയിൽ കൃഷിഭവൻ പണി ഉണ്ടാക്കുമ്പോൾ പുതിയ കല്ല് പഴയ കല്ലുണ്ടാവും. ആ പുതിയ കല്ല് ഒന്നോട് അടിക്കാതെ റോഡിന് കല്ലെടുത്തത് ആ ബില്ലാണ് പാസ്സായി. അപ്പൊ സെക്രട്ടറി പരാതി കൊടുത്ത് അതൊക്കെ അന്വേഷിക്കും പറഞ്ഞു. എന്താ അതിന്റെ ഫോട്ടോ കൃത്യം നമ്മൾ എടുത്തിട്ടുണ്ട്. അതിന്റെ പദ്ധതി നിർവഹണ ഉദ്യോഗസ്ഥ കൃഷി ഓഫീസർ. ന്യൂസ് സെന്റർ, ഷൊർണൂർ. പെരിങ്ങോട്ടുകുറിശ്ശിയിൽ ശുദ്ധജല വിതരണ പൈപ്പ് പൊട്ടി വെള്ളം പാഴാകുന്നതിനൊപ്പം റോഡും തകർച്ചയിൽ. പെരിങ്ങോട്ടുകുറിശ്ശി ഗവൺമെന്റ് LP സ്കൂളിന് മുന്നിലാണ് 3 മാസത്തോളമായി ശുദ്ധജലം പാഴാകുന്നത്.
വെള്ളം കുത്തിയൊലിക്കുന്നതാണ് റോഡിന്റെ തകർച്ചയ്ക്ക് കാരണമായത്. കഴിഞ്ഞ 3 മാസത്തോളമായി ഇതാണ് ഇവിടുത്തെ അവസ്ഥ. പൈപ്പ് പൊട്ടി വ്യാപകമായി ശുദ്ധജലം പാഴാവുകയാണ്. വെള്ളം കുത്തിയൊഴുകി റോഡും തകർന്നു. വെള്ളം പാഴാകാൻ തുടങ്ങിയിട്ട് 3 മാസമായിട്ടും പൈപ്പ് അറ്റകുറ്റപ്പണി നടത്താൻ നടപടിയുണ്ടായില്ലെന്ന് നാട്ടുകാർ പറഞ്ഞു. പെരിങ്ങോട്ടുകുറിശി ഗവൺമെന്റ് LP സ്കൂളിന് മുന്നിൽ വെള്ളം തളം കെട്ടി നിൽക്കുന്ന അവസ്ഥയാണിപ്പോൾ. അധ്യാപകർക്കും വിദ്യാർത്ഥികൾക്കും ഇത് ഏറെ ബുദ്ധിമുട്ട് സൃഷ്ടിക്കുന്നുണ്ട്. പ്രശ്നം സംബന്ധിച്ച് നിരവധി തവണ അധികാരികൾക്ക് പരാതി നൽകിയതാണെന്നും വെള്ളം പാഴാകുന്നതിനൊപ്പം ഇവിടെ യാത്രാ ദുരിതം രൂക്ഷമാണെന്നും നാട്ടുകാർ പറഞ്ഞു. കൂടെ വരാൻ തുടങ്ങിയിട്ട് മണിമല കുടിവെള്ള പദ്ധതിയുമായിട്ട് ഉള്ളതാണ്. പക്ഷെ ഇവിടെ ഈ പൈപ്പ് പൊട്ടിയിട്ട് സുമാർ ഒരു 6 മാസമാകും. ഈ കുട്ടികൾ ഇവിടെ LP സ്കൂളിന്റെ ഫ്രണ്ടിലുള്ള കരിയാണ് പൊട്ടിയിരിക്കുന്നത്. 6 മാസമായിട്ടും പഞ്ചായത്ത് മെമ്പർ അടക്കം പറഞ്ഞിട്ടും ഉദ്യോഗസ്ഥന്മാർ ഇത് ചെയ്തു തരില്ല എന്നുള്ളത് ഒരു ഖേദകരമായ കാര്യമാണ്. ന്യൂസ് ബ്യൂറോ, കോട്ടായി. ഷൊർണൂർ ഉപജില്ലാ സംസ്കൃത കൌൺസിലിന്റെ സംസ്കൃത ദിനാഘോഷ പരിപാടികൾ KVR ഹൈസ്കൂളിൽ നടന്നു. രാമായണ മാസാചരണ പരിപാടികളും ഇതോടനുബന്ധിച്ച് സംഘടിപ്പിച്ചു. റിട്ടയേർഡ് ഡയറ്റ് ഫാക്കൽറ്റി വിജയൻ മാസ്റ്റർ ഉദ്ഘാടനം ചെയ്തു. നാളെ അല്ലാണ്ട് അനേക കാലം അശ്വത്ഥം, അനേക വർഷം അനേക കാലം നിൽക്കുന്നതിനാണ് അശ്വത്ഥം എന്ന് പറയുന്നത്. ആ അശ്വത്ഥ വൃക്ഷത്താലും വേണ്ടജാലയിൽ എന്തൊരു മനോഹരമാണ് വെണ്ടച്ചെടികൾ അല്ലേ, പൂത്തൊലിഞ്ഞു നിൽക്കുന്ന വെണ്ടച്ചെടികൾ. അതിനാൽ പരിബൃംഹിത ഭൂതലം നിറഞ്ഞു നിൽക്കുന്ന ഈ തൊടി KVR വിദ്യാലയം വന്ദേ, അങ്ങനെയുള്ള KVRനെ ഞാൻ വന്ദിക്കുന്നു. സംസ്കൃത കൗൺസിൽ സെക്രട്ടറി P. വിദ്യ സ്വാഗതം പറഞ്ഞു. KVR ഹൈസ്കൂൾ PTA പ്രസിഡന്റ് VS സുധേഷ് അധ്യക്ഷത വഹിച്ചു. ചടങ്ങിൽ PhD നേടിയ പത്മനാഭൻ മാസ്റ്ററെ ആദരിച്ചു. ഷൊർണൂർ AEO ബിന്ദു, KVR ഹൈസ്കൂൾ പ്രധാനാധ്യാപിക KR ഷീന, വല്ലപ്പുഴ ഹയർ സെക്കൻഡറി സ്കൂൾ സംസ്കൃത അധ്യാപകൻ P. സിജു എന്നിവർ സംസാരിച്ചു. ഡോക്ടർ P. പത്മനാഭൻ രാമായണ ക്ലാസ്സിന് നേതൃത്വം നൽകി. LP, UP, ഹൈസ്കൂൾ വിഭാഗങ്ങൾക്കായി രാമായണ പ്രശ്നോത്തരി മത്സരവും തുടർന്ന് സമ്മാനദാനവും നടന്നു. സംസ്കൃത കൗൺസിൽ ജോയിന്റ് സെക്രട്ടറി PS രാമപ്രസാദ് നന്ദി പറഞ്ഞു. ന്യൂസ് സെന്റർ, ഷൊർണൂർ. സ്വാതന്ത്ര്യ ദിനാഘോഷത്തിന്റെ ഭാഗമായി മണ്ണൂരിൽ NCP ലഘുലേഖ വിതരണം നടത്തി. NCP സംസ്ഥാന കമ്മിറ്റിയുടെ ആഹ്വാനപ്രകാരം മണ്ണൂർ മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിലാണ് ദിന ചിന്തകൾ സംബന്ധിച്ച സന്ദേശലേഖകൾ 800ഓളം വീടുകളിലെത്തിച്ചത്. സംഗീതജ്ഞൻ മണ്ണൂർ രാജകുമാരൻ ഉണ്ണിക്ക് ആദ്യ ലഘുലേഖ നൽകി മണ്ഡലം പ്രസിഡന്റ് K. ശങ്കരനാരായണൻ ഉദ്ഘാടനം നിർവഹിച്ചു. സ്വാതന്ത്ര്യം 78ാം വാർഷികം അതെങ്ങനെ ആഘോഷിക്കണം, എങ്ങനെ ആഘോഷിച്ചാലും മധ്യമാവില്ല. കാരണം ആ ആഘോഷത്തിനുള്ള പ്രസക്തി പണ്ട് എന്നത്തേക്കാട്ടിലും ഈ വർഷം വളരെയധികം കൂടിയിരിക്കുന്നു എന്നാണ് എനിക്ക് തോന്നുന്നത്. നമുക്ക് അഭിമാനമാണ് നമ്മുടെ രാജ്യത്തിനെ കുറിച്ച്. പോരാ, ഇപ്പോഴുള്ള അഭിമാനം പോരാ, ഇനിയും വേണം. അതിന് വേണ്ടിയിട്ട് ഒരു ബ്രോഷർ, യാതൊരു രാഷ്ട്രീയ ഒരു ഛായയുമില്ലാത്ത ഒരു ബ്രോഷർ അടിച്ചിട്ട് അത് പ്രസിദ്ധീകരിക്കാൻ എല്ലാ വീടുകളിലും എത്തിക്കാനാണ് ഇവരുടെ ശ്രമം. അതിൻ്റെ തുടക്കമായിട്ടാണ് എനിക്ക് ഈ ഭാഗ്യം ഉണ്ടായത്, ഈ ബ്രോഷർ പ്രകാശനം ചെയ്യാൻ. NCP ജില്ലാ സെക്രട്ടറി SJ നജീബ, മണ്ഡലം വൈസ് പ്രസിഡന്റ് V. ഹരിദാസ്, സെക്രട്ടറി നിഷാദ് കൊറ്റുകുളങ്ങര, സിറാജ് തുടങ്ങിയവർ നേതൃത്വം നൽകി. NCP സംസ്ഥാന കമ്മിറ്റിയുടെ ആഹ്വാനപ്രകാരം മണ്ണൂർ മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിലാണ് സ്വാതന്ത്ര്യദിന ചിന്തകൾ എന്ന സന്ദേശ ലേഖകൾ 800ഓളം വീടുകളിൽ എത്തിച്ചത്. സ്വാതന്ത്ര്യദിനാഘോഷങ്ങളുടെ ഭാഗമായാണ് ലഘുലേഖ വിതരണം. ന്യൂസ് ബ്യൂറോ, പത്തിരിപ്പാല. ഷൊർണൂർ നഗരസഭ പട്ടികജാതി വികസന വകുപ്പിന്റെ ആഭിമുഖ്യത്തിൽ ലാപ്ടോപ്പ് വിതരണം നടത്തി. അയ്യങ്കാളി ഹാളിൽ നടന്ന വിതരണ ചടങ്ങ് നഗരസഭാ ചെയർമാൻ MK ജയപ്രകാശ് ഉദ്ഘാടനം ചെയ്തു. 2023-2024 വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തിയാണ് പട്ടികജാതി വിഭാഗം വിദ്യാർത്ഥികൾക്ക് ലാപ്ടോപ്പുകൾ വിതരണം ചെയ്തത്. ഷൊർണൂർ അയ്യങ്കാളി ഹാളിൽ സംഘടിപ്പിച്ച ചടങ്ങ് നഗരസഭാ ചെയർമാൻ MK ജയപ്രകാശ് ഉദ്ഘാടനം ചെയ്തു. സമൂഹത്തിൻ്റെ ഒപ്പം എത്താനുള്ള സൗകര്യങ്ങളുടെ ഭാഗമായിട്ട് തദ്ദേശ സ്വയംഭരണ വകുപ്പ്, പ്രത്യേകിച്ച് നമ്മുടെ എല്ലാം വകുപ്പിൽ ചെയ്യുന്നൊരു കാര്യങ്ങളാണ്. നമ്മൾ പ്രത്യേകമായിട്ട് പ്ലാൻ ഫണ്ടിൽ വെച്ച് ചെയ്യുന്ന ഒരു
പദ്ധതി കൂടിയാണ്. ഇവിടെ നമ്മൾ വീട് റിപ്പയർ ചെയ്യുന്ന കാര്യത്തിൽ, പട്ടികജാതി വിഭാഗത്തിൻ്റെ വീട് റിപ്പയർ ചെയ്യുന്ന കാര്യത്തിൽ, പുതിയ വീട് വെച്ച് നൽകുന്ന കാര്യത്തിൽ ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ഫാത്തിമത്ത് ഫർസാന അധ്യക്ഷത വഹിച്ചു. പട്ടികജാതി വികസന ഓഫീസർ എം മേഘ സ്വാഗതം പറഞ്ഞു. സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ കെ എം ലക്ഷ്മണൻ, കൗൺസിലർമാരായ കെ എസ് ശോഭന, ടി ലത, സി സി ഉഷാദേവി, നഗരസഭാ സെക്രട്ടറി പി എസ് രാജേഷ് എന്നിവർ പ്രസംഗിച്ചു. ചടങ്ങിൽ പട്ടികജാതി വികസന വകുപ്പ് സംസ്ഥാന തലത്തിൽ നടത്തുന്ന FC ഹോം സർവേ പാലക്കാട് ജില്ലയിൽ ആദ്യം പൂർത്തീകരിച്ച ഷൊർണൂർ മുനിസിപ്പാലിറ്റി പട്ടികജാതി വകുപ്പിലെ പ്രൊമോട്ടർമാരെ നഗരസഭാ ചെയർമാൻ MK ജയപ്രകാശ് ഉപഹാരം നൽകി അനുമോദിച്ചു. ന്യൂസ് സെന്റർ, ഷൊർണൂർ. മുള്ളൂർക്കര പഞ്ചായത്തിലെ 4-ാം വാർഡിൽ പുതിയ അംഗൻവാടി കെട്ടിടത്തിന്റെ ഉദ്ഘാടനം കെ രാധാകൃഷ്ണൻ MP നിർവഹിച്ചു. ബ്ലോക്ക് പരിധിയിലെ എല്ലാ അംഗൻവാടികൾക്കും സ്വന്തം കെട്ടിടവും സ്ഥലവും എന്ന വടക്കാഞ്ചേരി ബ്ലോക്ക് പഞ്ചായത്തിന്റെ നയപ്രഖ്യാപനത്തിന്റെ ഭാഗമായാണ് പുതിയ അംഗൻവാടി കെട്ടിടം നിർമ്മിച്ചത് എന്ന് ആശംസിക്കുക. ഇവിടെ നമ്മുടെ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് പറഞ്ഞു അംഗൻവാടികളുടെ പ്രാധാന്യം എന്താണ് എന്ന്. അതിനുവേണ്ടി ബ്ലോക്ക് പഞ്ചായത്ത് സ്വന്തമായി കെട്ടിടം പണിയാനുള്ള സ്ഥലം വാങ്ങുകയാണ്. സ്ഥലമില്ലാത്തതുകൊണ്ടാണ് പല സ്ഥലത്തും കെട്ടിടം പണിയാനുള്ള പ്രയാസം ഉണ്ടായത്. നേരത്തെ നമ്മുടെ സമൂഹത്തിലെ നല്ലവരായ ആളുകൾ സ്ഥലം വെറുതെ അല്ലെങ്കിൽ ഫ്രീ ആയിട്ട് നമുക്ക് നൽകിയിരുന്നു. അവിടെയാണ് കെട്ടിടങ്ങൾ ഉണ്ടാക്കിയത്. എന്നാൽ ആ പ്രവണത നേരത്തെ പോലെ ഇപ്പോൾ കാണാനില്ല. കാരണം ഭൂമിയുടെയൊക്കെ വില കൂടി. അതുകൊണ്ട് തന്നെ പലരും കൊടുക്കാനുള്ള മനസ്സും കാണിക്കുന്നില്ല. വടക്കാഞ്ചേരി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് KV നഫീസ അധ്യക്ഷത വഹിച്ചു. പട്ടികജാതി പട്ടികവർഗ വികസന കോർപ്പറേഷൻ ചെയർമാൻ UR പ്രദീപ മുഖ്യാതിഥിയായിരുന്നു. മുള്ളൂർക്കര ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഗിരിജ മേലേടത്ത്, വടക്കാഞ്ചേരി ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് CV സുനിൽകുമാർ, തൃശൂർ ജില്ലാ പഞ്ചായത്ത് അംഗം സാബിറ, പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് VK തങ്കപ്പൻ, ബ്ലോക്ക് മെമ്പർമാരായ MK ശ്രീജ, VG ദീപുപ്രസാദ്, പുഷ്പ രാധാകൃഷ്ണൻ, M മഞ്ജുള, P സുശീല, ബിനോജ്, സലീം, ബിജു കൃഷ്ണൻ, പ്രീതി ഷാജു, പഞ്ചായത്തംഗം അനിൽ ജോസ്, ശ്രീന തുടങ്ങിയവർ സംസാരിച്ചു. ചടങ്ങിൽ വച്ച് പ്രവാസിയായ PV അബ്ദുൽ സലാം 50,000 രൂപ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് സംഭാവന ചെയ്തു. അംഗൻവാടികൾക്കാവശ്യമായ സാധനങ്ങൾ വണ്ടിപ്പറമ്പ് സ്വദേശിയായ ഷാജു കൈമാറി. 4-ാം വാർഡ് ADCയുടെ നേതൃത്വത്തിൽ ഗ്യാസ് സ്റ്റൗ നൽകി. മുള്ളൂർക്കര ഡിവിഷൻ ബ്ലോക്ക് മെമ്പർ MA നസീബ സ്വാഗതവും ബ്ലോക്ക് സെക്രട്ടറി KA അൻസാർ അഹമ്മദ് നന്ദിയും പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, ചെറുതുരുത്തി. വയനാട് ദുരന്ത ബാധിതർക്കായി കൈകോർത്ത് ഷൊർണൂർ നഗരസഭയിലെ കുടുംബശ്രീ പ്രവർത്തകർ. കുടുംബശ്രീ സമാഹരിച്ച തുക മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് കൈമാറി. P മമ്മിക്കുട്ടി MLA ചെക്ക് ഏറ്റുവാങ്ങി. കുടുംബശ്രീയുടെ നേതൃത്വത്തിൽ സമാഹരിച്ച 4,30,250 രൂപയുടെ ചെക്കാണ് P മമ്മിക്കുട്ടി MLAയെ ഏൽപ്പിച്ചത്. കുടുംബശ്രീ CDS ചെയർപേഴ്സൺ VC സിന്ധു ചെക്ക് കൈമാറി. എത്ര പണം ലഭിച്ചാലും അവിടെ ഒരു റീബിൽഡ് വയനാട് അല്ലെങ്കിൽ റീബിൽഡ് നേപ്പാളി അത് ഉണ്ടാക്കി തീർക്കുന്നതിന് വേണ്ടി ആയിരക്കണക്കിന് കോടി രൂപയുടെ സാമ്പത്തിക ചെലവ് വരും. എന്നിരുന്നാലും ഇങ്ങനെയുള്ളൊരു ആപത്ഘട്ടത്തിൽ അവിടുത്തെ ജനങ്ങളെ, ആ നാടിനെ സഹായിക്കുന്നതിന് വേണ്ടി ജനങ്ങൾ ഒരുമിച്ച് ചേർന്നുകൊണ്ടുള്ള പ്രവർത്തനങ്ങൾ നടത്തുകയാണ്. ഞങ്ങളുമുണ്ട് കൂടെ എന്ന ക്യാമ്പയിൻ്റെ ഭാഗമായാണ് നഗരസഭയിലെ 33 വാർഡുകളിൽ നിന്നായി ഇത്രയും തുക പിരിച്ചെടുത്തത്. നഗരസഭാ ചെയർമാൻ MK ജയപ്രകാശ്, സെക്രട്ടറി PS രാജേഷ്, സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ഫാത്തിമത്ത് ഫർസാന, CC ഉഷാദേവി, മറ്റ് കുടുംബശ്രീ അംഗങ്ങൾ തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്തു. ന്യൂസ് സെന്റർ, ഷൊർണൂർ. വയനാടിന് അമ്പലപ്പാറയുടെ കൈത്താങ്ങ്. മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് അമ്പലപ്പാറ ഗ്രാമപഞ്ചായത്ത് 10 ലക്ഷം രൂപ നൽകി. തനത് ഫണ്ടിൽ നിന്ന് അനുവദിച്ച തുകയുടെ ചെക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് P വിജയലക്ഷ്മി ടീച്ചർ ഒറ്റപ്പാലം MLA K പ്രേംകുമാറിന് കൈമാറി. വൈസ് പ്രസിഡന്റ് T ശശികുമാർ, സെക്രട്ടറി NR ഗീത, സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ മുഹമ്മദ് കാസിം, ബ്ലോക്ക് പഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ K രാധാകൃഷ്ണൻ തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്തു. ഹെഡ്ലോഡ് ആൻഡ് ജനറൽ വർക്കേഴ്സ് യൂണിയൻ CITU ഒറ്റപ്പാലം ഡിവിഷൻ കമ്മിറ്റി മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് തൊഴിലാളികളിൽ നിന്നും സ്വരൂപിച്ച 1 ലക്ഷം രൂപ നൽകി. യൂണിയൻ ഡിവിഷൻ സെക്രട്ടറി K ഗംഗാധരൻ, K പ്രേംകുമാർ MLAക്ക് ചെക്ക് കൈമാറി. ജില്ലാ വൈസ് പ്രസിഡന്റ് C ശ്രീകുമാർ, MC ശ്രീനിവാസൻ, N അസീസ്, M സന്തോഷ്, നാസർ,
അയ്യപ്പൻ, PK വിപിൻ എന്നിവർ പങ്കെടുത്തു. ഒരു പ്രവർത്തനത്തിന് നേതൃത്വം കൊടുത്തിരിക്കുകയാണ്. നാട്ടിലെ ഏറ്റവും സാധാരണക്കാരായ അധ്വാനിക്കുന്ന തൊഴിലാളികളാണ് ചുമട് മേഖലയിൽ പണിയെടുക്കുന്നത്. വ്യത്യസ്ത നിലയിൽ നാടിൻ്റെ സേവന സന്നദ്ധ പ്രവർത്തനങ്ങൾക്ക് മുൻകൈയെടുക്കുന്ന തൊഴിലാളികൾ വലിയ പ്രയാസത്തെയും പ്രതിസന്ധിയെയുമാണ് മാറിയ കാലത്ത് അഭിമുഖീകരിക്കുന്നത്. വയനാട് ദുരിതാശ്വാസ നിധിയിലേക്ക് മാത്തൂർ ചെങ്ങണിയൂർ AUP സ്കൂൾ വിദ്യാർത്ഥികളുടെ കൈത്താങ്ങ് 16,380 രൂപയാണ് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് കുട്ടികൾ സംഭാവന ചെയ്തത്. വിദ്യാർത്ഥികൾ ശേഖരിച്ച തുക പഞ്ചായത്ത് അംഗം K. രാധാകൃഷ്ണൻ സ്കൂൾ ലീഡർ AB ശൈത്യയിൽ നിന്ന് ഏറ്റുവാങ്ങി. ചടങ്ങിൽ PTA പ്രസിഡന്റ് T. സിദ്ദിഖ് അധ്യക്ഷത വഹിച്ചു. പ്രധാനാധ്യാപിക C. അംബിക സ്വാഗതവും സ്റ്റാഫ് സെക്രട്ടറി S. വെങ്കടാചലം നന്ദിയും പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, കോട്ടായി. സമസ്ത തൃശൂർ ജില്ലാ കമ്മിറ്റി സെപ്റ്റംബർ 4 നടത്തുന്ന മദ്ഹൂർ റസൂൽ കോൺഫറൻസിന് മുന്നോടിയായി തലപ്പള്ളി താലൂക്ക് സമസ്ത കമ്മിറ്റി മുള്ളൂർക്കരയിൽ പ്രചരണ കൺവെൻഷൻ നടത്തി. സമസ്ത തൃശൂർ ജില്ലാ വർക്കിംഗ് സെക്രട്ടറി ബഷീർ ഫൈസി ദേശമംഗലം കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്തു. സമൂഹ നന്മയ്ക്ക് ഉപകരിക്കുന്ന പ്രവർത്തനങ്ങളിലൂടെ മുന്നേറണമെന്ന് ബഷീർ ഫൈസി പറഞ്ഞു. സഹാബത്ത് നബിയെ ഒരു നേതാവായിട്ടല്ല ശരിക്കും കാണുന്നത്. നേതാവായിട്ടാണ്, പക്ഷെ നേതാവായിട്ട് മാത്രമല്ല, നല്ല മാതൃകയൊക്കെ കാണിച്ചു തരാൻ വന്ന ഒരു നല്ല മനുഷ്യൻ എന്ന നിലക്ക് മാത്രമല്ല, നമ്മുടെ ആത്മാവിന്റെ പിതാവായിട്ടാണ് സഹാബത്ത് കണ്ടത്. അതുകൊണ്ടാണ് അദമ്യമായ പ്രണയം അവരിൽ ഉണ്ടായത്. ഒരു 25 കൊല്ലം കഴിഞ്ഞ് വരുന്ന നമ്മുടെ തലമുറയിൽ ആരാണ് മോനെ നബി എന്ന് ചോദിച്ചാൽ ഗാന്ധിജിയുടെ പോലെയൊക്കെ ഉള്ള ഒരാൾ നബുദില്ല. അങ്ങനെയുള്ള ഒരു രീതിയായിട്ടുണ്ട്. നമ്മളെപ്പോഴും പ്രസംഗിക്കുന്നത് 25 വയസ്സിന് മുകളിലുള്ള പ്രായമുള്ളവരോടാണ്. അവരേതായാലും സ്വർഗം ഉറപ്പിച്ചവരാണ് നമ്മുടെ വിശ്വാസം. നമ്മളൊക്കെ സ്വർഗത്ത് കിടക്കുകയാണെങ്കിൽ അള്ളാഹു തൗഫീഖ് ചെയ്യട്ടെ. ഏന്തി വലിഞ്ഞു വരുമ്പോൾ ഇവരൊക്കെ കട്ടൻ ചായ കുടിച്ചിട്ടുണ്ടാവും കസേരയിൽ. ഈ പ്രായമുള്ളവരൊക്കെ അവരോടാണ് വീണ്ടും വീണ്ടും നമ്മൾ നബിയെ പറയുന്നത്. നമ്മൾ 25 വയസ്സിൽ താഴെയുള്ളവരെ ഫോക്കസ് ചെയ്യണം. അവരാണ് സോഷ്യൽ മീഡിയയിൽ, അവരാണ് ട്വിറ്ററിൽ, അവരാണ് ടെലഗ്രാമിൽ, അവരാണ് ഇൻസ്റ്റയിൽ. അവിടെയൊക്കെ മുസ്തഫ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കടിച്ചു കീറുകയാണ്. മുള്ളൂർക്കര നസ്രത്തുൽ ഇസ്ലാം മദ്രസയിൽ നടന്ന കൺവെൻഷനിൽ സമസ്ത തലപ്പള്ളി താലൂക്ക് പ്രസിഡന്റ് PY ഇബ്രാഹിം അൻവരി പഴയന്നൂർ അധ്യക്ഷത വഹിച്ചു. ജില്ലാ കമ്മിറ്റി അംഗം സിദ്ദിഖ് ഫൈസി മങ്കര മുഖ്യപ്രഭാഷണം നടത്തി. സമസ്തയുടെയും കീഴ്ഘടകങ്ങളുടെയും നേതാക്കളായ MP കുഞ്ഞിക്കോയ തങ്ങൾ, ബാദുഷ അൻവരി, ഇബ്രാഹിം അൻവരി, CA സുലൈമാൻ മുസലിയാർ, BAM അജ്മൽ ബാഖവി, അബ്ദുൾ റഹ്മാൻ മുസലിയാർ, PS ഖമറുദ്ദീൻ മൗലവി, ഖാജ അൻവരി, ഷഹീർ ദേശമംഗലം, VP ഷാഹിദ് കോയ തങ്ങൾ, KM ഉമ്മർ മാസ്റ്റർ, TS മമ്മി, PP അബ്ദുൽ സലാം, സലീം കല്ലിങ്കൽ, NS അബ്ദുൾ റഹ്മാൻ ഹാജി, MSM ഹാജി, KM മുഹമ്മദ് ഹാജി, PK മൂസ, KS മുഹമ്മദ് തുടങ്ങിയവർ സംസാരിച്ചു. സമസ്ത തലപ്പള്ളി താലൂക്ക് ജനറൽ സെക്രട്ടറി PM അബ്ദുൾ റഹ്മാൻ ദാരിമി സ്വാഗതവും വർക്കിംഗ് സെക്രട്ടറി KA ഹംസക്കുട്ടി മൗലവി നന്ദിയും പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, ചെറുതുരുത്തി. ക്യാൻസറിന്റെ നീരാളി കൈകളിൽ അകപ്പെട്ട ദുരിതമനുഭവിക്കുകയാണ് ഒരു കുടുംബത്തിലെ 2 പേർ. വടക്കാഞ്ചേരി ആറ്റത്ര കണ്ണനായ്ക്കൽ ബാബു LC ദമ്പതികളാണ് ക്യാൻസർ ബാധിച്ച് തുടർ ചികിത്സയ്ക്ക് പണം കണ്ടെത്താനാകാതെ സുമനസുകളുടെ സഹായം തേടുന്നത്. 7 വർഷത്തോളമായി ക്യാൻസർ പിടിപെട്ട് ആറ്റത്ര കണ്ണനായ്ക്കൽ ബാബുവിൻ്റെ കുടുംബം ആശുപത്രികൾ കയറിയിറങ്ങാൻ തുടങ്ങിയിട്ട്. ഭാര്യ LCക്കാണ് ആദ്യം രോഗബാധ കണ്ടെത്തിയത്. തുടർന്ന് നിരവധി ചികിത്സകൾ നടത്തിയെങ്കിലും രോഗം ശരീരത്തിൻ്റെ മറ്റു ഭാഗങ്ങളിലേക്കും വ്യാപിക്കുകയും നിരവധി തവണ ശസ്ത്രക്രിയകൾ നടത്തുകയും ചെയ്തു. വലിയ സാമ്പത്തിക ബാധ്യത നേരിടുമ്പോഴാണ് കുടുംബത്തിൻ്റെ നട്ടെല്ലായ ബാബുവിനും 2020 ക്യാൻസർ പിടിപെടുന്നത്. ഇതോടെ ഉപജീവനത്തിനും ചികിത്സയ്ക്കുമായി പണം കണ്ടെത്താനാകാതെ ദുരിതത്തിലായി ഈ കുടുംബം. 2 പെൺമക്കളാണ് ബാബു LC ദമ്പതികൾക്കുള്ളത്. ഇവരെ വിവാഹം കഴിച്ചുവിട്ടെങ്കിലും മാതാപിതാക്കളെ പരിചരിക്കുന്നതിന് ജോലി പോലും നഷ്ടപ്പെടുത്തി വീട്ടിൽ വന്ന് നിൽക്കുകയാണ്. ഇരുവർക്കും ഒരു മാസം ചികിത്സാ ചെലവായി 36,000-ഓളം രൂപ വരുന്നുണ്ടെന്ന് മൂത്തമകൾ ബിൻസി ബാബു പറഞ്ഞു. ഇതുവരെയുള്ള കാരണം ഫണ്ട് ഞങ്ങൾക്ക് വേറെ ഇല്ല. കാരണം കാരുണ്യ ഫണ്ട് അനുവദിച്ച് 2 ലക്ഷവും കഴിഞ്ഞു. അതുപോലെ തന്നെ അപ്പച്ചനെയും ഒരു അമ്മയ്ക്കായിരുന്നു ആദ്യം വന്നത്, അതിനുശേഷം അപ്പച്ചനെ വന്നത്. കുടുംബത്തിന് വേറൊരു വരുമാന മാർഗവും ഇല്ല. അപ്പച്ചനായിരുന്നു പിന്നെയും കൂലിപ്പണി തന്നെയായിരുന്നു. അപ്പോൾ ഇപ്പൊ അതിനും 2 അപ്പച്ചനും വയ്യ, അമ്മയ്ക്കും വയ്യ.
ഇങ്ങനെ 2 പെൺകുട്ടികളാ, ഞാൻ മൂത്താളാ. ജോലിക്കൊന്നും എനിക്ക് പോകാൻ പറ്റില്ല. ജോലിക്ക് പോകാൻ തന്നെ വീട്ടിലെ കീമോയ്ക്ക് പോകുമ്പോ 3 ദിവസം അടുപ്പിച്ച് കീമോയാണ് അമ്മയ്ക്ക്. അത് കഴിഞ്ഞ് പിന്നെ ഒരാഴ്ച തീരെ വയ്യ. അപ്പോ വീട്ടിലൊരാളില്ലെങ്കിൽ അതും ബുദ്ധിമുട്ട്. എനിക്ക് ജോലിക്ക് പോകാനൊന്നും കഴിയണില്ല. കീമോതെറാപ്പിയും മറ്റും ചെയ്യുന്നതിനായി ആശുപത്രിയിലേക്ക് ഇവരെ കൊണ്ടുവരാനും മക്കൾ മാത്രമാണ് ഒപ്പമുള്ളത്. നാട്ടുകാരുടെയും സുമനസ്സുകളുടെയും സഹായത്താലാണ് ഇതുവരെയുള്ള ചികിത്സകൾ നടത്തിപ്പോന്നത്. ആരോഗ്യ ഇൻഷുറൻസ് തുകയായ 2 ലക്ഷം രൂപയുടെ പരിരക്ഷ 2 പേർക്കും കഴിയുകയും ചെയ്തു. തുടർ ചികിത്സയ്ക്കായി ഇനി എന്തു ചെയ്യുമെന്നറിയാതെ നിൽക്കുകയാണ് ഈ കുടുംബം. സാമ്പത്തികമായി ഏറെ പിന്നോക്കം നിൽക്കുന്ന കുടുംബത്തെ ഇതുവരെ നാട്ടുകാരും മറ്റും സഹായിച്ചെങ്കിലും തുടർ ചികിത്സയ്ക്കായി കൂടുതൽ പണം കണ്ടെത്തേണ്ടതിനാൽ സുമനസ്സുകളുടെ സഹായം വേണമെന്ന് വാർഡ് മെമ്പർ റിജി ജോർജ് പറഞ്ഞു. ഞാൻ ഈ വാർഡിലത്തെ മെമ്പറാണ്. എൻ്റെ വാർഡിലത്തെ ചേട്ടനാണ് ബാബുവേട്ടനും എൽസി ചേച്ചിയും. അവർക്ക് 2 പെൺമക്കളാണ്. ഇപ്പോൾ 7 വർഷത്തോളമായിട്ട് ചേച്ചിക്ക് ക്യാൻസറും 4 വർഷത്തോളമായി ചേട്ടന് ക്യാൻസറാണ്. 2 പെൺമക്കൾ മാത്രമേ ഉള്ളവർക്ക്. വേറെ പറയാൻ മാത്രം വരുമാനം എവിടെ നിന്നും കിട്ടാനില്ല. ഇപ്പം ഇത്രയും നാള് ഈ പറഞ്ഞ മാതിരി ഓരോരുത്തരുടെ സഹായം കൊണ്ടാണ് ഇവർക്ക് ഈ മരുന്നൊക്കെ വാങ്ങാനും ഒക്കെ പറ്റിയിരുന്നത്. ഇൻഷുറൻസ് ഉണ്ടായിരുന്നു. ഇൻഷുറൻസ് ഇപ്പോൾ കുറച്ച് നാളായിട്ട് അതും ഇല്ല. ഇപ്പോൾ ചേച്ചിക്കാണെങ്കിൽ മരുന്നിന് പുറമെ ബാഗ് വെച്ചിട്ടുണ്ട്. ബാഗിന് തന്നെ നല്ല പൈസയാണ്. മരുന്ന് മാത്രമല്ല, ബാഗ് കൂടി ആകുമ്പോൾ അവർക്ക് ഒരു മാസം തന്നെ 50,000-ന് മുകളിൽ മരുന്നിന് മാത്രമായിട്ട് വരുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ഓരോരുത്തരുടെയും സഹായം ഉണ്ടെങ്കിലാണ് ഇവർക്ക് ഇനി മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ. ചികിത്സാ ധനസമാഹരണത്തിനായി ജില്ലാ പഞ്ചായത്ത് അംഗം ജലീൽ ആദൂർ രക്ഷാധികാരിയും ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് എസ് ബസന്ത്ലാൽ കൺവീനറായും ചികിത്സാ ധനസഹായ കമ്മിറ്റി രൂപീകരിച്ചിട്ടുണ്ട്. സഹായമെത്തിക്കാൻ ആഗ്രഹിക്കുന്നവർ ബിൻസി ബാബുവിൻ്റെ പേരിലുള്ള വടക്കാഞ്ചേരി SBI ശാഖയിലെ അക്കൗണ്ടിലേക്ക് പണം അയക്കേണ്ടതാണ്. അക്കൗണ്ട് നമ്പർ 4249889295. IFSC കോഡ് SBIN 0070172. ന്യൂസ് ബ്യൂറോ, തൃശൂർ. പെരിങ്ങോട്ടുകുറിശ്ശിയിൽ KSSPU യൂണിറ്റ് കൺവെൻഷൻ നടന്നു. 33ാമത് വാർഷിക കൺവെൻഷനിൽ നവാഗതർക്ക് മെമ്പർഷിപ്പ് നൽകി. യൂണിയൻ ജില്ലാ വൈസ് പ്രസിഡന്റ് രേണുകാദേവി ഉദ്ഘാടനം ചെയ്തു. പെരിങ്ങോട്ടുകുറിശ്ശി HH ഹാളിലായിരുന്നു കൺവെൻഷൻ. ജില്ലാ വൈസ് പ്രസിഡന്റ് രേണുകാദേവി ഉദ്ഘാടനം ചെയ്തു. യൂണിറ്റുകളാണ് ആകെയുള്ളത്. ഈ 125 യൂണിറ്റുകളിലും നമ്മൾ ജൂലൈ 31 ഉള്ളിൽ കൺവെൻഷൻ നടത്തി തീർക്കണമെന്ന് പറഞ്ഞതിന്റെ പ്രകാരം എല്ലാവരും നടന്നുകൊണ്ടിരിക്കുകയായിരുന്നു. ജൂലൈ 31 നമ്മൾ നടത്താൻ തീരുമാനിച്ചത് മാറ്റിവെക്കാനുണ്ടായ സാഹചര്യം നിങ്ങൾക്ക് അറിയാം. ഇനിയും 1-2 യൂണിറ്റുകൾ മാത്രമേ ഇതുപോലെ മാറ്റിവെച്ചത് നടത്താനുള്ളൂ. ബാക്കി എല്ലാവിടെയും നമ്മുടെ യൂണിറ്റ് കൺവെൻഷനുകൾ തീർന്നു കഴിഞ്ഞിരിക്കുക. പെരിങ്ങോട്ടുകുറിശ്ശി യൂണിറ്റ് പ്രസിഡന്റ് K മോഹനകൃഷ്ണൻ മാസ്റ്റർ അധ്യക്ഷത വഹിച്ചു. പുതിയ അംഗങ്ങൾക്കുള്ള അംഗത്വ കാർഡ് വിതരണവും അംഗങ്ങളുടെ കുടുംബങ്ങളിൽ SSLC +2 പരീക്ഷകളിൽ ഉന്നത വിജയം നേടിയവരെ അനുമോദിക്കലും ജില്ലാ വൈസ് പ്രസിഡന്റ് രേണുകാദേവി, യൂണിയൻ ബ്ലോക്ക് പ്രസിഡന്റ് പ്രൊഫസർ KP ബാലകൃഷ്ണൻ എന്നിവർ ചേർന്ന് നിർവഹിച്ചു. യൂണിറ്റ് വൈസ് പ്രസിഡന്റ് K പ്രഭാകരൻ മാസ്റ്റർ അനുശോചന പ്രമേയം അവതരിപ്പിച്ചു. ബ്ലോക്ക് സെക്രട്ടറി VS സുരേന്ദ്രനാഥൻ സംസാരിച്ചു. എക്സിക്യൂട്ടീവ് അംഗം പ്രേമ പ്രമേയം അവതരിപ്പിച്ചു. യൂണിറ്റ് സെക്രട്ടറി TK രാധാകൃഷ്ണൻ സ്വാഗതവും വൈസ് പ്രസിഡന്റ് ബാലചന്ദ്രൻ നന്ദിയും പറഞ്ഞു. ജോയിന്റ് സെക്രട്ടറി KP രാജൻ, ട്രഷറർ R സ്വാമിനാഥൻ തുടങ്ങിയവർ നേതൃത്വം നൽകി. ന്യൂസ് ബ്യൂറോ, കോട്ടായി. KCBയിൽ പെൻഷൻ പരിഷ്കരണം ഉടൻ നടപ്പാക്കണമെന്ന് KCB പെൻഷനേഴ്സ് അസോസിയേഷൻ. 14-ന് പെൻഷൻ ഭവനിൽ നടക്കുന്ന അസോസിയേഷൻ പാലക്കാട് ജില്ലാ സമ്മേളനത്തെക്കുറിച്ച് വിശദീകരിക്കാൻ വിളിച്ചു ചേർത്ത വാർത്താ സമ്മേളനത്തിലാണ് ഭാരവാഹികൾ ഈ ആവശ്യം ഉന്നയിച്ചത്. ആലപ്പുഴയിൽ നടക്കുന്ന സംസ്ഥാന സമ്മേളനത്തിന് മുന്നോടിയായാണ് ജില്ലാ സമ്മേളനം നടക്കുന്നത്. ജില്ലാ സമ്മേളനം സംസ്ഥാന വൈസ് പ്രസിഡന്റ് വർഗീസ് ഉദ്ഘാടനം ചെയ്യും. KCBയിൽ പെൻഷൻ പരിഷ്കരണം നടപ്പാക്കണമെന്നും ഇൻഷുറൻസ് പരിരക്ഷ ഉറപ്പുവരുത്തണമെന്നും ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ ആവശ്യപ്പെട്ടു. ജില്ലാ സമ്മേളനത്തിൽ KCBയിലെ വിവിധ സംഘടനകളെ പ്രതിനിധീകരിച്ച് നേതാക്കൾ പങ്കെടുക്കും. തുടങ്ങിയ വിവിധ മേഖലകളിൽ വർക്ക് ചെയ്തിരുന്ന ജീവനക്കാരാണെങ്കിലും ഈ KCB പെൻഷനേഴ്സ് അസോസിയേഷൻ എന്നുള്ള രീതിയിൽ നമുക്കറിയാം, സ്റ്റേറ്റിൻ്റെയിലാണെങ്കിലും KSSPU എന്ന് പറയുന്ന ഒറ്റ കുടക്കീഴിൽ തന്നെയാണ് ഒരു സംഘടന എന്നുള്ള രീതിയിലുള്ളത്. അതുപോലെ തന്നെയാണ് ഈ ഒരു സംഘടനയും
അപ്പോൾ ഇതിലെ ജീവനക്കാരുടെ ഭാഗത്ത് പല സംഘടനകൾ ഉണ്ടായിരുന്നെങ്കിലും KCB പെൻഷനേഴ്സ് അസോസിയേഷൻ എന്ന് പറയുന്ന ഈ ഒരു സംഘടന ഒറ്റക്കെട്ടായി തന്നെയാണ് നിലനിൽക്കുന്നത്. വാർത്താ സമ്മേളനത്തിൽ ജി വിജയകുമാർ, പ്രസാദ് മാത്യു, കെ നാരായണൻ, പി രാജൻ എന്നിവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, പാലക്കാട്. പട്ടാമ്പിയിലെത്തിയാൽ കാണാം കണ്ണിനും മനസ്സിനും കുളിർമയേകും ചെണ്ടുമല്ലിപ്പൂ വസന്തം. പട്ടാമ്പി സർവീസ് സഹകരണ ബാങ്കും കൈരളി സ്വയം സഹായ സംഘവും സംയുക്തമായാണ് ചെണ്ടുമല്ലി കൃഷി നടപ്പാക്കിയത്. പട്ടാമ്പി പള്ളിപ്പുറം റോഡിലുള്ള സിത്താര ഓഡിറ്റോറിയത്തിന് പുറകുവശത്തായാണ് ചെണ്ടുമല്ലി കൃഷി പൂത്തുലഞ്ഞു നിൽക്കുന്നത്. പട്ടാമ്പി സർവീസ് സഹകരണ ബാങ്കും കൈരളി സ്വയം സഹായ സംഘവും സംയുക്തമായാണ് ചെണ്ടുമല്ലി കൃഷി നടപ്പിലാക്കിയത്. ഓണവിപണി ലക്ഷ്യമാക്കിയാണ് ചെണ്ടുമല്ലി കൃഷി. പരീക്ഷണാടിസ്ഥാനത്തിൽ തുടങ്ങിയ കൃഷിയിൽ ഇപ്പോൾ 100 മേനി വിളവാണ്. 4000-ൽ അധികം ചെണ്ടുമല്ലി തൈകളാണ് നട്ടത്. കർഷകനായ സക്കീറിൻ്റെ മേൽനോട്ടത്തിലാണ് കൃഷി നടത്തി വന്നത്. ചെണ്ടുമല്ലിയുടെ വിളവെടുപ്പുത്സവം മുഹമ്മദ് മുഹസിൻ MLA നിർവഹിച്ചു. സക്കീർക്കാടെ നേതൃത്വത്തിൽ വളരെ വ്യത്യസ്തമായിട്ടുള്ള സാഹചര്യത്തിനനുസരിച്ച് മാർക്കറ്റിൻ്റെ ആവശ്യകതകൾക്കനുസരിച്ച് കൃഷി ചെയ്തുകൊണ്ടിരിക്കുകയാണ്. കൃഷി നഷ്ടത്തിലാവാതിരിക്കാൻ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം മാർക്കറ്റ് അറിഞ്ഞുകൊണ്ട് കൃഷി ചെയ്യുക എന്നത് തന്നെയാണ്. ഇപ്പോൾ ഓണമാണ് വരുന്നത്. പൂക്കൾ വളരെ പ്രധാനപ്പെട്ടതാണ്. സാധാരണ നമ്മൾ ഇത്രയും നിറഞ്ഞു നിൽക്കുന്ന പൂക്കളെ കാണുന്നത് വാളയാറ് കഴിഞ്ഞാലാണ്. വാളയാറ് കഴിഞ്ഞാൽ സീസൺ ആവുന്നതിനനുസരിച്ച് വളരെ വലിയ വ്യാപകമായിട്ടുള്ള കൃഷിയാണ് നടക്കാറ്. ബാങ്ക് പ്രസിഡന്റ് വിനയകുമാർ അധ്യക്ഷനായി. നഗരസഭാ ചെയർപേഴ്സൺ ഒ ലക്ഷ്മിക്കുട്ടി, മൂതല ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ആനന്ദവല്ലി തുടങ്ങിയവർ സംസാരിച്ചു. ഇതോടൊപ്പം പച്ചക്കറി കൃഷിയും ഇവിടെ നടത്തുന്നുണ്ട്. ചെണ്ടുമല്ലി ആസ്വദിക്കാൻ നിരവധി ആളുകൾ ഇപ്പോൾ ഇവിടേക്ക് എത്തുന്നുണ്ട്. പരീക്ഷണാടിസ്ഥാനത്തിൽ ഇറക്കിയ കൃഷി വിജയം കണ്ടതോടെ വരും വർഷങ്ങളിൽ കൃഷി വ്യാപിപ്പിക്കാനാണ് തീരുമാനം. ന്യൂസ് ബ്യൂറോ, പട്ടാമ്പി. ആഗ്രയിൽ നടന്ന ദേശീയ വടംവലി മത്സരത്തിൽ അണ്ടർ-19 വിഭാഗത്തിൽ കേരള ടീം ചാമ്പ്യന്മാരായി. കേരള ടീം അംഗങ്ങളായ കടമ്പൂർ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ +2 വിദ്യാർത്ഥികളായ ടി ഷാബിൻ, കെ അഭിലാഷ് എന്നിവർക്ക് അമ്പലപ്പാറയിൽ ഊഷ്മളമായ സ്വീകരണം നൽകി. കടമ്പൂർ PTA കമ്മിറ്റിയുടെയും അമ്പലപ്പാറ വ്യാപാരി വ്യവസായി ഏകോപന സമിതിയുടെയും സംയുക്താഭിമുഖ്യത്തിൽ അമ്പലപ്പാറ സെൻട്രലാണ് ഇരുവർക്കും സ്വീകരണമൊരുക്കിയത്. സ്വീകരണയോഗം പഞ്ചായത്ത് ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ പി മുഹമ്മദ് കാസിം ഉദ്ഘാടനം ചെയ്തു. സ്കൂൾ PTA-യുടെ പേരിലും വ്യാപാരി വ്യവസായി ഏകോപന സമിതിയുടെ പേരിലും ഇരുവരെയും പൊന്നാടയണിയിച്ച് ആദരിച്ചു. PTA പ്രസിഡന്റ് ഹരികൃഷ്ണൻ അധ്യക്ഷത വഹിച്ചു. കടമ്പൂർ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ പ്രിൻസിപ്പാൾ പി മനോജ്, ഹെഡ്മാസ്റ്റർ സുരേഷ് കുമാർ, വ്യാപാരി വ്യവസായി ഏകോപന സമിതി അമ്പലപ്പാറ യൂണിറ്റ് പ്രസിഡന്റ് PK ചന്ദ്രശേഖരൻ, ട്രഷറർ EK രാജൻ, സ്വാമിനാഥൻ മാസ്റ്റർ എന്നിവർ പ്രസംഗിച്ചു. പല പരിമിതികൾക്കുള്ളിൽ നിന്നുകൊണ്ട് നമ്മൾ പ്രവർത്തിക്കുന്നു. ആ പരിമിതികൾക്കൊക്കെ അപ്പുറം നമ്മുടെ ടാലന്റ് നമ്മുടെ സ്കൂളിലെ കുട്ടികൾക്കുണ്ട് എന്നുള്ളതിൻ്റെ ഒരു തെളിവാണ് നമ്മൾ വിദ്യാഭ്യാസ അക്കാഡമിക് രംഗത്തും അതുപോലെ കായിക രംഗത്തൊക്കെയുള്ള ഈ വിജയങ്ങളെ നമ്മൾ നിരന്തരം പിന്തുണയ്ക്കണമെന്നൊരു അഭ്യർത്ഥനയോടെ അമ്പലപ്പാറ സെന്ററിൽ നിന്ന് വിദ്യാർത്ഥികളുടെയും അധ്യാപകരുടെയും നേതൃത്വത്തിൽ ഘോഷയാത്രയായി ഇരുവരെയും കടമ്പൂർ സ്കൂളിലേക്ക് ആനയിച്ചു. വിദ്യാലയത്തിൽ നടന്ന അനുമോദന യോഗത്തിൽ പ്രിൻസിപ്പാൾ പി മനോജ്, PTA പ്രസിഡന്റ് KP ഹരികൃഷ്ണൻ, ഉമ്മർ, ദീപ തുടങ്ങിയവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, ഒറ്റപ്പാലം. ആഗ്രയിൽ നടന്ന ദേശീയ വടംവലി മത്സരത്തിൽ അണ്ടർ-19 വിഭാഗത്തിൽ വെള്ളി മെഡൽ കേരള വനിതാ ടീമിന്. ടീം അംഗമായ ബിവ്യ ബിജേഷിനെ മാങ്കുറിശ്ശിയിൽ DYFI അനുമോദിച്ചു. DYFI മാങ്കുറിശ്ശി മേഖലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിലാണ് ബിവ്യയ്ക്ക് ആദരമൊരുക്കിയത്. മേഖലാ കമ്മിറ്റി അംഗം കൂടിയാണ് ബിവ്യ. DYFI ബ്ലോക്ക് വൈസ് പ്രസിഡന്റ് നിതിൻ, മേഖലാ സെക്രട്ടറി VS മുഹമ്മദ് ഷാഫി, മേഖലാ പ്രസിഡന്റ് ജയരാജ് എന്നിവർ അനുമോദന ചടങ്ങിൽ പ്രസംഗിച്ചു. ചടങ്ങിൽ ബിവ്യയ്ക്ക് ഉപഹാരവും പൊന്നാടയും സമ്മാനിച്ചു. ന്യൂസ് ബ്യൂറോ, പത്തിരിപ്പാല. ഷൊർണൂരിൽ മകന്റെ പിറന്നാൾ ആഘോഷത്തിന് മാറ്റിവെച്ച തുക വയനാട്ടിലെ ദുരന്തബാധിതർക്ക് നൽകി ഒരു കുടുംബം. തുക കുട്ടിയുടെ മാതാപിതാക്കൾ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് കൈമാറുന്നതിനായി നഗരസഭാ ചെയർമാനെ ഏൽപ്പിച്ചു. ഷൊർണൂർ മഞ്ഞക്കാട് രമ്യ നിവാസിൽ രാജേഷ് പോൾ, ശാന്തി കൃഷ്ണ ദമ്പതികളുടെ മകൻ കെവിൻ പോളിന്റെ 2ാം പിറന്നാൾ ആഘോഷങ്ങൾക്കായി മാറ്റിവെച്ച തുകയും കുട്ടിക്ക് സൈക്കിൾ വാങ്ങാൻ ഹുണ്ടികയിൽ സ്വരൂപിച്ച തുകയുമാണ് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് കൈമാറിയത്. പിറന്നാൾ ദിനത്തിൽ ഷൊർണൂർ നഗരസഭാ ചെയർമാൻ MK ജയപ്രകാശിന് രാജേഷ് പോൾ, ശാന്തികൃഷ്ണ ദമ്പതികൾ തുക കൈമാറി.
കഴിഞ്ഞ മാസമുണ്ടായ ശക്തമായ കാറ്റിലും മഴയിലും വീട് തകർന്നതിനെ തുടർന്ന് രാജേഷ് പോളും കുടുംബവും വാടക വീട്ടിലാണ് താമസിക്കുന്നത്. രാജേഷ് പോളിൻ്റെയും കുടുംബത്തിൻ്റെയും പുണ്യപ്രവൃത്തിയെ നഗരസഭാ ചെയർമാൻ MK ജയപ്രകാശ് അഭിനന്ദിച്ചു. ന്യൂസ് സെന്റർ, ഷൊർണൂർ. പട്ടാമ്പി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ 1980-81 SSLC ബാച്ച് മരുത്തൂരിലെ ബഡ്സ് സ്കൂളിൽ സൗഹൃദ സംഗമം സംഘടിപ്പിച്ചു. കുട്ടികളുടെയും അധ്യാപകരുടെയും SSLC ബാച്ച് അംഗങ്ങളുടെയും കലാപരിപാടികളും നടന്നു. പട്ടാമ്പി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ 1980-81 SSLC ബാച്ച് പൂർവ്വ വിദ്യാർത്ഥികളാണ് ഓങ്ങല്ലൂർ പഞ്ചായത്തിലെ മരുതൂരിലുള്ള ബഡ്സ് സ്കൂളിൽ സൗഹൃദ സംഗമം സംഘടിപ്പിച്ചത്. ബാച്ചിന്റെ ചെയർമാൻ വിജയൻ പൂവക്കോട് സംഗമം ഉദ്ഘാടനം ചെയ്തു. കോർഡിനേറ്റർ TC കൃഷ്ണൻകുട്ടി അധ്യക്ഷനായി. ഗ്രൂപ്പ് കൺവീനർ അഷ്റഫ് അലി ആലിക്കൽ, ബഡ്സ് സ്കൂൾ പ്രധാനാധ്യാപിക അനുഷ, SSLC ബാച്ച് കൂട്ടായ്മ ഭാരവാഹികളായ വി അനിരുദ്ധൻ, KP റസാഖ്, CP നന്ദകുമാർ, AS അജിത, അലി പുല്ലാനിയിൽ, C അബ്ദുൽ ലത്തീഫ്, കൊപ്പൻ അലിക്കുഞ്ഞ് തുടങ്ങിയവർ സംസാരിച്ചു. കൂടി അവിടെ ആ പദ്ധതി കൊണ്ടുവന്നിട്ടുള്ളത്. ആ പദ്ധതിയുടെ ആ പദ്ധതിക്ക് എവിടുന്നാണ് മോട്ടിവേഷൻ കിട്ടിയെന്നുള്ളത് ചോദിച്ചാൽ, കാസർഗോഡ് നടന്നിട്ടുള്ള എൻഡോസൾഫാൻ ദുരിതബാധിത പ്രദേശത്ത് ഇത്തരം കുട്ടികളുടെ ആധിക്യം കൂടിയപ്പോൾ അവിടെ ഒരു ചാരിറ്റബിൾ ട്രസ്റ്റ് തുടങ്ങി വെച്ചിട്ടുള്ളത് കണ്ട് അതോടനുബന്ധിച്ച് നമ്മുടെ ചെറുപ്പക്കാരായ ഒരു ടീം അമൽ ചാരിറ്റബിൾ ട്രസ്റ്റ് പട്ടാമ്പി മുനിസിപ്പാലിറ്റിയിൽ കണക്കെടുക്കുകയും അതിൻ്റെ അടിസ്ഥാനത്തിൽ ഇത്രയും കുട്ടികളുണ്ടെന്നും ഇപ്പം നമ്മൾ ഈ കുട്ടികളെ കാണുമ്പോഴാണ് നമുക്ക് ഇത്തരം അനുഭവങ്ങളൊന്നും ഇല്ലാത്തത് കൊണ്ട് നമുക്കത് മനസ്സിലാവില്ല. ഈ കുട്ടി തുടർന്ന് ബഡ്സ് സ്കൂൾ കുട്ടികളുടെയും അധ്യാപകരുടെയും SSLC ബാച്ച് അംഗങ്ങളുടെയും കലാപരിപാടികളുമുണ്ടായി. ന്യൂസ് ബ്യൂറോ, പട്ടാമ്പി. പറളി ഓടന്നൂർ ശ്രീ മുണ്ടക്കാവ് ഭഗവതി ക്ഷേത്രത്തിൽ ശ്രീമദ് ഭാഗവത സപ്താഹ യജ്ഞം തുടരുന്നു. 3-ാം ദിനമായ ചൊവ്വാഴ്ച പ്രഹ്ലാദ ചരിതവും നരസിംഹാവതാരവും പാരായണം ചെയ്തു. നരസിംഹാവതാര കഥാസന്ദർഭത്തോടനുബന്ധിച്ച് വിദ്യാർത്ഥികളെ പങ്കെടുപ്പിച്ച് ക്ഷേത്രത്തിൽ വിദ്യാഗോപാല മന്ത്രാർത്ഥനയും സംഘടിപ്പിച്ചു. ബ്രഹ്മശ്രീ കുറിശാത്തമന അനിൽ പരമേശ്വരൻ നമ്പൂതിരിയാണ് യജ്ഞാചാര്യൻ. രതി അനിൽ പരമേശ്വരൻ നമ്പൂതിരി യജ്ഞ പൗരാണികയും ബ്രഹ്മശ്രീ ഇടമന വാദ്യാൻ ഈശ്വരപ്രസാദ് നമ്പൂതിരി യജ്ഞ ഹോതാവുമാണ്. ക്ഷേത്രം തന്ത്രി ബ്രഹ്മശ്രീ പനാവൂർ പരമേശ്വരൻ നമ്പൂതിരിപ്പാട് യജ്ഞവേദിയിൽ അനുഗ്രഹ പ്രഭാഷണം നടത്തി. ഈ അവസാനത്തെ ശ്ലോകത്തില് ശുഖബ്രഹ്മർഷി പറയാത്ത തേനീച്ചകള് തേനുണ്ടാക്കി ബാക്കി കൊടുക്കാത്ര അതുപോലെ ഭഗവാൻ ആ ഭാഗവതം ഭക്തജനങ്ങൾക്ക് ഭക്തി ശ്രദ്ധാപരസ്പരം പഠിക്കാനും ആ ആനന്ദത്തില് ആ അനുഭൂതിയില് ആ അനുഗ്രഹത്തില് ഉൾക്കൊള്ളാനും വേണ്ടി പ്രാർത്ഥിച്ച് ഭഗവാൻ നടന്നാത്ര ഈ ഭാഗവതം. നിങ്ങൾ എല്ലാവരും കൂടി ചേർന്ന് ഈ ഭാഗവതം ശ്രമിക്കുക, മനനം ചെയ്യുക, മാത്രമല്ല ജീവിതത്തിൽ പകർത്തുക. ഇത്ര മാത്രമേ എനിക്ക് പറയാനുള്ളൂ. ബുധനാഴ്ച കൃഷ്ണാവതാരവും അതോടനുബന്ധിച്ച് ഉണ്ണിയൂട്ട്, ഉറിയടി എന്നീ പരിപാടികളും ഉണ്ടാകും. ഓഗസ്റ്റ് 15 വ്യാഴാഴ്ച രുക്മിണി സ്വയംവര ഘോഷയാത്ര നടത്തും. നടുവശ്ശേരി ശ്രീ മഹാദേവ ക്ഷേത്രത്തിൽ നിന്ന് ഘോഷയാത്ര ആരംഭിക്കും. രുക്മിണി സ്വയംവരത്തിന് ശേഷം പുടവപൂജ, സ്വയംവരാർച്ചന എന്നിവയും തിരുവാതിരക്കളിയും നടക്കുമെന്ന് ക്ഷേത്രം ഭാരവാഹികൾ അറിയിച്ചു. വെള്ളിയാഴ്ച കുചേലവൃത്തത്തോടനുബന്ധിച്ച് ഉച്ചയ്ക്ക് ശ്യാം സുന്ദർ പത്തിരിപ്പാല, ശോഭാ വാസുദേവൻ എന്നിവരും സംഘവും അവതരിപ്പിക്കുന്ന ശ്രീകൃഷ്ണ കുചേല സംഗമത്തിൻ്റെ നടനാവിഷ്കാരവും വൈകുന്നേരം സർവൈശ്വര്യ പൂജയും നടക്കും. ശനിയാഴ്ച പരീക്ഷിത്ത് മുക്തി, ഭാഗവത സംഗ്രഹം എന്നിവയ്ക്ക് ശേഷം യജ്ഞത്തിന് സമാപനമാകും. യജ്ഞദിനങ്ങളിൽ ക്ഷേത്രത്തിൽ ഭക്തജനങ്ങൾക്കായി പ്രസാദഊട്ടും നടത്തുന്നുണ്ട്. ന്യൂസ് ബ്യൂറോ, കോട്ടായി. കോട്ടായി ശ്രീ മുണ്ടിയൻകാവിൽ രാമായണ മാസാചരണ പരിപാടികൾ ഭക്തിസാന്ദ്രം. ക്ഷേത്രത്തിൽ രാമായണ പാരായണവും ഭക്തിപ്രഭാഷണവും നടന്നു. വിവിധ ദിവസങ്ങളിലായി ശ്രുതി ശ്യാം ആനിക്കോട്, മാന്നന്നൂർ രവീന്ദ്രൻ, മങ്കര കിഷോർ സ്വാമി, ശ്യാം പ്രസാദ് അഞ്ചുമൂർത്തിമംഗലം, ഓടന്നൂർ പുതുശ്ശേരിപ്പറമ്പ് മഹാദേവ ക്ഷേത്രം മേൽശാന്തി രാധാകൃഷ്ണൻ, എടത്തറ ശ്രീമാനുണ്ണി എന്നിവർ പ്രഭാഷണം നടത്തി. മുണ്ടിയൻകാവ് കുടുംബശ്രീ യൂണിറ്റ്, കോട്ടച്ചന്ത ഓട്ടോ ബ്രദേഴ്സ്, പൊന്നൻ രാജു ടീം, കോന്നമ്പുര രാമകൃഷ്ണൻ, വിനോദ്, ശ്രീദുർഗ കുടുംബശ്രീ യൂണിറ്റ്, കിങ്ങിണി ക്ലബ്ബ് വടക്കുമുറി എന്നിവരുടെ വക കഞ്ഞിപ്പാർച്ചയുമുണ്ടായിരുന്നു. ഓഗസ്റ്റ് 15 മുണ്ടിയൻകാവ് ദേശം
വടക്കുമുറി ദേശം, കണക്കത്തറ ദേശം, തെക്കിൻകര ദേശം എന്നിവരുടെ സംയുക്താഭിമുഖ്യത്തിൽ അന്നദാനമുണ്ടായിരിക്കുമെന്ന് ക്ഷേത്രം ഭാരവാഹികൾ അറിയിച്ചു. ന്യൂസ് ബ്യൂറോ, കോട്ടായി. ഷൊർണൂർ സർവീസ് സഹകരണ ബാങ്കിന്റെ വിവിധ ബ്രാഞ്ചുകളിലെ നൈറ്റ് വാച്ചർമാർക്ക് യൂണിഫോം വിതരണം ചെയ്തു. ഇതോടനുബന്ധിച്ച് നടന്ന ചടങ്ങിൽ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്കുള്ള ബാങ്കിന്റെ ധനസഹായം CITU പാലക്കാട് ജില്ലാ സെക്രട്ടറി M. ഹംസ ഏറ്റുവാങ്ങി. മുന്നോട്ടേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഓരോ സ്ഥാപനങ്ങളും പ്രതിസന്ധികൾ വരുന്ന സന്ദർഭത്തിൽ തറകിലേക്ക് അടിക്കാറുണ്ട്. തറകിലേക്ക് അടിച്ചാൽ ഉടനെ മുന്നിലേക്ക് കുതിക്കാൻ ആവശ്യമായ സന്നാഹങ്ങൾ ഒരുക്കി മുന്നോട്ട് കുതിച്ചതിന്റെ ഭാഗമായിട്ടാണ് ഷൊർണൂർ സർവീസ് സഹകരണ ബാങ്ക് മുന്നോട്ടേക്ക് പോയിട്ടുള്ളത്. ആ മുന്നോട്ട് പോക്കിനിടയിലാണ് രണ്ട് പ്രധാനപ്പെട്ട ചടങ്ങുകൾ ഇന്നിവിടെ നടക്കുന്നത്. ചടങ്ങിൽ ബാങ്ക് വൈസ് പ്രസിഡന്റ് MK രാമചന്ദ്രൻ അധ്യക്ഷത വഹിച്ചു. സെക്രട്ടറി KB മനു സ്വാഗതം പറഞ്ഞു. CPM ലോക്കൽ സെക്രട്ടറി ND ദിൻഷാദ്, KCEU യൂണിറ്റ് സെക്രട്ടറി C. രാഗേഷ്, ബാങ്ക് ഡയറക്ടർ N. സജീന്ദ്രൻ, ഡയറക്ടർമാരായ സുധീർ, സൈനുദ്ദീൻ, സമദ്, അനിൽ, സുശീല, മൃദുല, വിനോദ് തുടങ്ങിയവർ സംസാരിച്ചു. ന്യൂസ് സെന്റർ, ഷൊർണൂർ. ഒറ്റപ്പാലം സർവീസ് സഹകരണ ബാങ്ക് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് 90 ലക്ഷം രൂപ നൽകി. ബാങ്ക് പ്രസിഡന്റ് K. വിജയകുമാർ, K. പ്രേംകുമാർ MLAക്ക് ചെക്ക് കൈമാറി. വൈസ് പ്രസിഡന്റ് T. സുരേഷ് കുമാർ അധ്യക്ഷത വഹിച്ചു. അസിസ്റ്റന്റ് സെക്രട്ടറി AM. സുനിൽകുമാർ സംസാരിച്ചു. കേരളം ഇതുവരെ കാണാത്ത നിലയിലുള്ള വലിയ ദുരന്തത്തെയാണ് നാം അഭിമുഖീകരിച്ചത്. നൂറുകണക്കിന് ആളുകൾ മരണപ്പെടുകയും ഏതാണ്ട് അത്രയോളം ആളുകളെ കാണാതാവുകയും ചെയ്തിട്ടുള്ള, നാടിനെ നടുക്കിയ, ഏറെ വിഷമിപ്പിച്ച ഒരു ദുരന്തമാണ് വയനാട്ടിലുണ്ടായത്. ആ ദുരന്തത്തിൽ അകപ്പെട്ടവർക്ക് ആശ്വാസം നൽകാൻ, ശേഷിക്കുന്നവർക്ക് അവരെ അതിജീവനത്തിൻ്റെ പാതയിലേക്ക് നയിക്കാൻ കേരളവും അതുപോലെ തന്നെ കേരളത്തിന് പുറത്തുള്ള ഒട്ടനേകം വ്യക്തികളും സ്ഥാപനങ്ങളുമൊക്കെ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് സംഭാവന ചെയ്യുകയാണ്. പ്രധാന വാർത്തകൾ വീണ്ടും. പാലക്കാട് ഉപതെരഞ്ഞെടുപ്പിൽ വ്യാജ വോട്ടർമാരെ തടയാൻ ബൂത്ത് തലത്തിൽ പ്രവർത്തകരുടെ ജാഗ്രത വേണമെന്ന മുൻ KPCC പ്രസിഡന്റ് K. മുരളീധരൻ. ഉപതെരഞ്ഞെടുപ്പിൽ BJP CPM അന്തർധാര സജീവമാകാനുള്ള സാധ്യത തള്ളിക്കളയാനാകില്ലെന്നും K. മുരളീധരൻ. നിയമസഭാ ഉപതെരഞ്ഞെടുപ്പ് മുന്നൊരുക്കത്തിന്റെ ഭാഗമായി പാലക്കാട്ട് ജില്ലാ കോൺഗ്രസ് കമ്മിറ്റിയുടെ എക്സിക്യൂട്ടീവ് ക്യാമ്പ്. അതീവ പ്രതിസന്ധി ഘട്ടത്തിലൂടെയാണ് KSEB കടന്നുപോകുന്നതെന്ന് വൈദ്യുതി മന്ത്രി K. കൃഷ്ണൻകുട്ടി. കേന്ദ്ര സർക്കാരിന്റെ സ്വകാര്യവൽക്കരണ നയം വൈദ്യുതി വിതരണ സേവന മേഖലയെ ഇല്ലാതാക്കും. പാലക്കാട്ട് KSEB പെൻഷനേഴ്സ് കൂട്ടായ്മ സംസ്ഥാന സമ്മേളനം. KSEBയിൽ പെൻഷൻ പരിഷ്കരണം ഉടൻ നടപ്പാക്കണമെന്ന് KSEB പെൻഷനേഴ്സ് അസോസിയേഷൻ. നിക്ഷേപ തട്ടിപ്പ് കേസിൽ KPCC സെക്രട്ടറി CS ശ്രീനിവാസൻ അറസ്റ്റിൽ. തൃശൂരിലെ ഹീവാൻസ് ഫിനാൻസ് ധനകാര്യ സ്ഥാപനത്തിന്റെ മാനേജിംഗ് ഡയറക്ടറായ ശ്രീനിവാസനെ ക്രൈംബ്രാഞ്ച് പിടികൂടിയത് കാലടിയിൽ നിന്ന്. ഇതേ കേസിൽ തൃശൂരിലെ പ്രമുഖ വ്യവസായി സുന്ദർ മേനോൻ അറസ്റ്റിലായത് കഴിഞ്ഞ ദിവസം. പട്ടാമ്പി നഗരത്തിലെ പാർക്കിംഗ് പരിഷ്കാരത്തിൽ വിട്ടുവീഴ്ചയില്ല. ശക്തമായ നടപടിയുമായി മുന്നോട്ടു പോകാൻ നഗരസഭയിൽ ചേർന്ന ട്രാഫിക് റെഗുലേറ്ററി കമ്മിറ്റി യോഗത്തിൽ തീരുമാനം. പോലീസ് നടപടി തുടരും. നോ പാർക്കിംഗ് ബോർഡുകൾ 2 ദിവസത്തിനകം സ്ഥാപിക്കും. പള്ളം കൊറ്റമ്പത്തൂരിൽ 1/2 കോടി രൂപയുടെ നിരോധിത പുകയില ഉൽപ്പന്നങ്ങൾ പിടികൂടിയ സംഭവത്തിൽ വിപുലമായ അന്വേഷണവുമായി ചെറുതുരുത്തി പോലീസ്. ഒഴിഞ്ഞ സ്ഥലത്ത് കോഴിഫാമിന്റെ മറവിൽ പുകയില സംഭരിച്ച വിൽപ്പന നടത്തുന്നതിന് പിന്നിൽ വൻ മാഫിയ സംഘമെന്ന സംശയം. കോഴിഫാം നടത്തിപ്പിനായി സ്ഥലം വാടകയ്ക്കെടുത്ത ചാത്തന്നൂർ സ്വദേശിയെ കണ്ടെത്താൻ തിരച്ചിൽ ഊർജിതമാക്കി. ഷൊർണൂർ നഗരസഭാ പരിധിയിൽ പൊതുസ്ഥലങ്ങളിൽ പരസ്യ ബോർഡുകൾ സ്ഥാപിക്കുന്നതിനെതിരെ കർശന നടപടി. സ്വകാര്യ വ്യക്തികളും സ്ഥാപനങ്ങളും സംഘടനകളും സ്ഥാപിച്ചിട്ടുള്ള ബോർഡുകൾ ഓഗസ്റ്റ് 20-നകം സ്വയം നീക്കണം. അല്ലാത്തപക്ഷം ഹൈക്കോടതി ഉത്തരവിന്റെയും സർക്കാർ നിർദ്ദേശത്തിന്റെയും അടിസ്ഥാനത്തിൽ കർശന നടപടിയെന്ന് നഗരസഭാ അധികൃതർ. ആനുകൂല്യ നിഷേധം സംബന്ധിച്ച കർഷകരുടെ പരാതിക്ക് പരിഹാരം കാണുമെന്ന് അധികൃതരുടെ ഉറപ്പ്. ഷൊർണൂർ നഗരസഭാ പ്രദേശത്തെ കർഷകർ 2ാം വിള നെൽകൃഷി ഇറക്കാൻ സന്നദ്ധരായി. പ്രശ്നത്തിന് പരിഹാരമായത് നഗരസഭാ ചെയർമാൻ വിളിച്ചു ചേർത്ത സംയുക്ത യോഗത്തിൽ. ആനുകൂല്യം നഷ്ടപ്പെടാനിടയാക്കിയ ഉദ്യോഗസ്ഥ അനാസ്ഥയ്ക്കെതിരെ നടപടി വേണമെന്ന പാടശേഖര സമിതി ഭാരവാഹികൾ. തൃശൂർ പൂരം നടത്തിപ്പുമായി ബന്ധപ്പെട്ട പ്രത്യേക യോഗം വിളിച്ച് കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി. യോഗം ബുധനാഴ്ച രാവിലെ തൃശൂർ കളക്ടറേറ്റിൽ. കളക്ടറും ജില്ലയിലെ മന്ത്രിമാരും തിരുവമ്പാടി പാറമേക്കാവ് ദേവസ്വം ഭാരവാഹികളും യോഗത്തിൽ പങ്കെടുക്കും. പെട്രോളിയം മന്ത്രി എന്ന നിലയിൽ പെസോ ഉദ്യോഗസ്ഥരുമായും സുരേഷ് ഗോപി സംസാരിക്കും.
ഈ വാർത്താ ബുള്ളറ്റിൻ സമാപിച്ചു. നമസ്കാരം.